നമസ്കാരം. അർജുനെ രക്ഷിക്കാൻ എന്ത് പദ്ധതിയാണ് കർണാടക സർക്കാരിൻ്റെ മുന്നിൽ ഉള്ളത്? മണ്ണിടിഞ്ഞ് അർജുൻ അപകടത്തിൽപ്പെട്ട് 5-ാം ദിനമായ ഇന്നാണ് ആളുകൾക്ക് ബോധ്യം വരുന്ന ചില നടപടികൾ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായത്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ ദൗത്യം വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പോലും സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇതുവരെ ഒരു കർണാടക മന്ത്രിയും അവിടെ എത്തി ക്യാമ്പ് ചെയ്യുന്നില്ല, കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നില്ല. കേന്ദ്രമന്ത്രി കുമാരസ്വാമി വന്നു പോയി. കളക്ടറും SP-യും 7 JCBയും ഇന്ന് എത്തിയ റഡാറുമല്ലാതെ ഒന്നും കാണുന്നില്ല അങ്കോലയിൽ. അതിനിടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ എല്ലാത്തിനും ഉത്തരവാദി പിണറായിയാണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അനങ്ങാത്ത കർണാടകയല്ല, കർണാടകയെ അനക്കാത്ത കേരളമാണ് ഉത്തരം പറയേണ്ടത് എന്നാണ് അവരുടെ പക്ഷം. അർജുൻ എവിടെ? ആരുത്തരം പറയും? കുടുംബത്തിൻ്റെ അത്താണി മണ്ണിനടിയിൽ കിടക്കുമ്പോഴും പൊട്ടിപ്പോകാതെ ആ കുടുംബം ആവശ്യപ്പെടുന്നത് 2 കാര്യങ്ങളാണ്. അർജുനെ കണ്ടുകിട്ടും വരെ ഇനി ദൗത്യം അവസാനിപ്പിക്കരുത്. ഒന്നും ചെയ്യാനാകാതെ ചെളിയിൽ മുങ്ങിയ ദൗത്യവുമായി നോക്കി നിൽക്കുന്ന കർണാടകത്തിലെ സംവിധാനങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് സൈന്യത്തെ വിളിക്കൂ എന്നാണ്. ഉത്തരം തേടുന്ന മനുഷ്യരുടെ മേൽ ഈ അവസ്ഥയിലും കൈവയ്ക്കാൻ മടി കാട്ടാത്ത കർണാടക പോലീസിനെ ആര് നിലയ്ക്ക് നിർത്തും? ആരുത്തരം പറയും? ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് V വസീഫ്, കോൺഗ്രസ് വക്താവ് സേനാപതി വേണു, മുൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഗോപകുമാർ G എന്നിവർ. ഒപ്പം സംസ്ഥാന ഗതാഗത മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറിനെയും കാർവാർ SP നാരായണനെയും അല്പസമയത്തിനകം ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ ഇപ്പോൾ നേരിട്ട് ചേരുന്നു. കാർവാറിൽ നിന്ന് തന്നെ, ഈ ഷിരൂരിൽ നിന്ന്, ഈ മണ്ണിടിഞ്ഞ് വീണ ദൗത്യം നടക്കുന്ന സ്ഥലത്ത് നിന്നാണ് സിജു കണ്ണനുള്ളത്. സിജു, ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ മുതൽ തന്നെ അവിടെ പോലീസ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ ആളുകളും അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവിടെ ദൗത്യം ഏതാണ്ട് അവസാനിക്കാൻ പോകുന്നു എന്നൊരു വർത്തമാനം കേട്ടു. ഇപ്പോൾ ദൗത്യം കുറച്ചുകൂടി മുന്നോട്ട് പോകുമെന്നാണ് കേൾക്കുന്നത്. എന്താണ് കൃത്യമായി അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത്? ഏതുവരെ എത്തിയിട്ടുണ്ട് ഈ ദൗത്യ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ? എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാനാകുന്ന വാർത്തയുണ്ടോ? ലാല്, ഔദ്യോഗികമായി ഈ തെരച്ചിൽ നിർത്തിയെന്ന ഒരു വിവരം ഇപ്പോൾ ലഭിച്ചിട്ടില്ല എന്ന് മാത്രം പറയാം. ഇന്ന് വൈകുന്നേരത്തോടു കൂടി കേരളത്തിൽ നിന്നെത്തിയ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രത്യേക ദൗത്യ സംഘം, സ്വമേധയാ തയ്യാറായി വന്ന സംഘം കൂടി തെരച്ചിലിന്റെ ഭാഗമായിരുന്നു. അല്പസമയം മുമ്പ് 7 മണിക്ക് ശേഷം അവർ പുറത്തേക്ക് വന്ന ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. വളരെ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് അവർ നൽകിയത്. ഈ ലോറിയുടെ സ്ഥാനമെന്ന് സംശയിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വസ്തു കണ്ടെത്താൻ കഴിഞ്ഞു. 70% മെറ്റൽ എന്ന സംശയിക്കുന്ന ഒരു വസ്തു കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. NIT സൂറത്കലിൽ നിന്നുള്ള വിദഗ്ധ സംഘം, അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ നിന്നുള്ള സംഘം എത്തി ഈ NDRF ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ഥലത്തേക്ക്, കടയുണ്ടായിരുന്ന സ്ഥലത്തേക്ക് സ്ഥലം ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേക മാപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ഭാഗത്ത് എത്തിയാണ് ഇപ്പോൾ പരിശോധന നടത്തിയത്. ക്രെയിൻ മാർഗമാണ് മണ്ണിടിഞ്ഞു നിൽക്കുന്ന സ്ഥലത്തേക്ക്, 20 അടിയോളം ഉയരത്തിൽ മണ്ണുള്ള സ്ഥലത്തേക്ക് ക്രെയിൻ മാർഗമാണ് എത്തിയത്. അതിന് നേതൃത്വം കൊടുത്തത് കേരളത്തിൽ നിന്നുള്ള സംഘമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരാണ് പുറത്തെത്തി ഈ വിവരങ്ങൾ കൈമാറിയത്. ഇവിടെയുള്ള കലക്ടറുടെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് കേരളത്തിൽ നിന്നുള്ള സംഘം, തിരുവനന്തപുരത്തു നിന്നുള്ള രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിശോധനയുടെ ഭാഗമായത് എന്നാണ് അവർ ഇപ്പോൾ അല്പസമയം മുമ്പ് പുറത്തു വന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ഈ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണ് നീക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും അവർ പുറത്തു വന്നപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് ഇന്ന് 3 മണി വരെ ഇവർ അകത്തേക്ക് പ്രവേശിക്കുന്നത് വരെ നടത്തിയ പരിശോധനകളെല്ലാം തന്നെ, തെരച്ചിലുകളെല്ലാം തന്നെ അശാസ്ത്രീയമായ രീതിയിലുള്ള തെരച്ചിലുകളായിരുന്നു എന്നാണ്. അതായത് കഴിഞ്ഞ 4-4.5 ദിവസത്തോളം നടത്തിയ തെരച്ചിലുകൾ അശാസ്ത്രീയമായ രീതിയിലായിരുന്നു. ഇന്ന് റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനം വന്നതിന് ശേഷമാണ് അല്പമെങ്കിലും ആശ്വാസകരമായ രീതിയിലുള്ള പരിശോധന നടത്തിയത്. കൃത്യം ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഇന്ന് വൈകുന്നേരത്തോട് കൂടിയാണ് എന്നാണ്. ഏതാണ്ട് 70% മെറ്റൽ എന്ന് സംശയിക്കുന്ന ഒരു വസ്തുവാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. പരിശോധിക്കണമെങ്കിൽ ആ ഭാഗം ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. മണ്ണ് 20-25 അടിയോ
അടിയോളം മണ്ണ്, ഉയരത്തിൽ മണ്ണും കല്ലുമുണ്ട് എന്നാണ് പറയുന്നത്. അത് നീക്കം ചെയ്യുന്നതിന് ഇന്ന് രാവിലെ മുതൽ നമ്മൾ അകത്തേക്ക് കയറി ദൃശ്യങ്ങൾ എടുത്തപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് സംശയകരമായ സ്ഥലത്ത് ഒരു മണ്ണുമാന്തി യന്ത്രവും ഒരു ക്രെയിൻ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ പരിശോധന നടത്തിയിരുന്നത്. ഇപ്പോൾ ഇവരുടെ കൂടി ആവശ്യപ്രകാരം ആ ഭാഗത്തേക്ക് 5 മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ രാത്രി ദൗത്യം തുടരുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ വയ്യ. കാരണം ഇവിടെ നല്ല മഴയുണ്ട്, ശക്തമായ മഴ ഇടയ്ക്കിടെ വരുന്നു, അപകട സാധ്യതയുള്ള ഒരു മേഖലയാണ്. മണ്ണ് ഇവർ കൂടുതൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ലോറിയുടെ ലൊക്കേഷൻ എന്ന് സംശയിക്കുന്ന ഭാഗം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ രാത്രി മണ്ണ് നീക്കുക എന്നത് ദുഷ്കരമാണ്. നേരത്തെ ഇവർ പറഞ്ഞിരുന്നു പോലീസ് സംവിധാനം കൃത്യമായി ഇല്ല, അവരെല്ലാം തന്നെ മടങ്ങിപ്പോയി പോയി തുടങ്ങി എന്നുള്ളതാണ്. നിലവിൽ അവിടെയുണ്ട്. സർക്കാരിന്റെ മന്ത്രി ഉൾപ്പെടെയുള്ള ആരുടെയെങ്കിലുമൊക്കെ നിയന്ത്രണത്തിൽ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനം ഒരിക്കലൊക്കെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ ഇവിടെ തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോടിൽ നടന്ന കാര്യങ്ങളിൽ വരെ നമ്മളത് കണ്ടതാണ്. ഇവിടെ കാർവാറിൽ ഇന്നിപ്പോൾ പോലീസിൻ്റെ കയ്യേറ്റം ഉണ്ടായതായി അവിടെ ലോറി ഉടമ മനാഫ് തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നതൊക്കെ കേട്ടു. അപ്പോൾ ശരിക്കും അവിടെ ഒരു ഏകോപനം, ഉപമുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ഏകോപനം നടക്കുന്നുണ്ട് എന്ന് ഇവിടെ വി ഡി സതീശൻ ഉൾപ്പെടെ നമ്മൾ പറയുന്നത് രാവിലെ കേട്ടതാണ്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഏകോപനത്തിൻ്റെ ഒരു ജനപ്രതിനിധി തല നേതൃത്വം കൊടുക്കൽ ആ സ്പോട്ടിൽ കാണാൻ സിജുവിനാകുന്നുണ്ടോ? സിജുവിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. സിജുവിലേക്ക് വീണ്ടും വരാം. സിജു ടെക്നിക്കലായ ഒരു കട്ടായിട്ടുണ്ട് ആ കണക്ഷൻ. സേനാപതി വേണു, താങ്കൾ ആണ് കർണാടകവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവുമായി സംസാരിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ പറ്റിയ മറ്റൊരാൾ ഈ പാനലിൽ ഉള്ളത്. ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ ആവശ്യം വൈകുന്നേരം അവരുടെ ഒരു മാധ്യമ സമ്മേളനത്തിൽ, വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കേട്ടതാണ്. അർജുൻ്റെ മാതാവും സഹോദരിയും ഭാര്യയും ഒക്കെ അടങ്ങുന്ന ആ കുടുംബം ഇന്ന് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അവർക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ 1-2 കാര്യങ്ങൾ മാത്രമാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ രക്ഷാ ദൗത്യം തുടരണം, നിർത്തിവെക്കരുത്, അർജുനെ കണ്ടു കിട്ടുന്നത് വരെ അത് തുടരണം എന്നാണ്. അതിനൊരു ഉറപ്പ് കൊടുക്കാൻ കർണാടകത്തിൻ്റെ ഭാഗത്തു നിന്ന് ആരുണ്ട് ആ സ്പോട്ടിൽ എന്നാണ് ഞാനിപ്പോൾ സിജുവിനോട് ചോദിച്ചത്. അത് സിജു പറയട്ടെ. ഒറ്റ കാര്യം, ഞാൻ അങ്ങയിലേക്ക് വരാം. ഈ ചോദ്യം അങ്ങയുടെ മുമ്പിലുണ്ട്, അങ്ങക്ക് മറ്റു പേരുകൾ കൂടി കളക്ട് ചെയ്തെടുക്കാം. സിജു ഇപ്പോൾ വീണ്ടും ചേർന്നിരിക്കുന്ന സിജുവിലേക്ക് ഒന്ന് പോയിട്ട് ഞാൻ അങ്ങയിലേക്ക് വരാമെന്നാണ് കാണുന്നത്. സിജു, ആ സ്പോട്ടിൽ ജനപ്രതിനിധി തല ഒരു നേതൃത്വം കൊടുക്കലിൻ്റെ ഒരുക്കങ്ങൾ അവിടെ കാണാനാകുന്നുണ്ടോ? നിലവിൽ അതിന് ഉത്തരം പറയേണ്ട ഒരാളും ഇവിടെ ഷിരൂരിലില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇന്ന് രാവിലെ ആ സ്ഥലത്തെ MLA വന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് പറഞ്ഞത് ആദ്യഘട്ടത്തിലുള്ള ഈ പോകുമ്പോൾ ദുരന്ത നിവാരണ കാര്യങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ട് എന്നാണ്. സതീഷ് ശൈലാണെന്ന് തോന്നുന്നു അവിടുത്തെ MLA. യെസ്, MLA ഈ വിമർശനമെല്ലാം തുറന്ന് സമ്മതിക്കുന്ന രീതിയിലാണ് MLA സംസാരിച്ചത്. ആദ്യഘട്ടത്തിൽ വീഴ്ചയുണ്ടായി, ഭരണ നിർവഹണത്തിൽ വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് MLA പറഞ്ഞത്. മറ്റ് മന്ത്രിമാരും തന്നെ ഈ 5-ാം ദിവസമായിട്ടും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ ലാൽ ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, മറുപടി, ഈ കുടുംബം ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ നിലവിൽ ഇവിടെ ആരുമില്ല, ജനപ്രതിനിധികൾ ആരുമില്ല. ഇപ്പോൾ ഈ രാത്രിയാകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന നിലയിലേക്കുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സേനാപതി വേണു, അതാണ് ഇപ്പൊ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടേണ്ടതുണ്ട്. എന്താണ് ആ കുടുംബം ഉൾപ്പെടെ ഇപ്പൊ ഈ ചർച്ചയിൽ ആ കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലും കൂടി ഇടയ്ക്ക് ചേരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അവിടെ അവർ കൂടി കാണുന്നുണ്ടാവും ഈ ചർച്ചയൊക്കെ. അപ്പോൾ എന്തുത്തരമാണ് നമ്മൾ അവർക്ക് കൊടുക്കുക? ദൗത്യം ഈ രാത്രിയിൽ ഉണ്ടാകുമോ? അല്ല, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ നേതാക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ കർണാടക ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കർണാടക ഗവൺമെന്റ് ചെയ്യാനുള്ള നടപടികൾ അവർ തുടരും. ഒരു കാരണവശാലും ദൗത്യം, അതായത് ഇപ്പം ഈ ദൗത്യ സ്ഥലത്ത്
എത്തിച്ചേരാനും അവിടുത്തെ ഈ ഘടനാപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ പബ്ലിക് ലൈറ്റ് ഇതൊന്നും അവൈലബിൾ ആയിട്ടില്ല. ഇതെല്ലാം എത്തിക്കുവാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഒഴിച്ച് ബാക്കി കാര്യങ്ങൾക്കെല്ലാം സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ലാലെ മനസ്സിലാക്കേണ്ടത് ചെറിയൊരു മണ്ണിടിച്ചിലല്ല. ഏതാണ്ട് 1/2 കിലോമീറ്റർ നീളത്തിൽ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 8 അടി മുതൽ 20 25 അടി വരെ ഉയരത്തിൽ മണ്ണ് ഒരു പർവ്വതം അല്ലെങ്കിൽ മല തന്നെ ഇടിഞ്ഞ് താഴെ പോന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോ സേനാപതി വേണു, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായി വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് നടന്നിട്ടിപ്പോൾ ഒരു 5 ദിവസം കഴിയാൻ പോകുന്നു. 100 മണിക്കൂറിലേറെയായി നമ്മുടെ അർജുൻ ആ മണ്ണിനടിയിലുണ്ട് എന്നാണ് നമ്മൾ കണക്ക് കൂട്ടി വരുന്നത്. ആ ട്രക്ക് ഇതിനകം എവിടെയോ ഉണ്ട് എന്നൊരു സ്പോട്ട് ഐഡൻറ്റിഫിക്കേഷൻ നടന്നു എന്ന് പലതവണ വാർത്തകൾ വന്നു. ഇനിയിപ്പോൾ ആ വാർത്തയ്ക്ക് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത രീതിയിലാണ്. ഇപ്പോൾ അങ്ങനെയൊന്നും ഉറപ്പിച്ച് പറയാൻ ആരുമില്ല അവിടെ. പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ, ഈ ഇന്നലെ ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കാർവാർ SP നാരായണൻ പറഞ്ഞത് മാധ്യമങ്ങൾ വെറുതെ പ്രചരിപ്പിക്കുന്നതാണ്, ദൗത്യം നിർത്തിവെക്കില്ല, രാത്രിയിലും തുടരുമെന്നാണ്. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് പോയതിൻ്റെ പിന്നാലെ വന്ന വാർത്ത ദൗത്യം ഇന്നലത്തേക്ക് നിർത്തിവെച്ചു എന്നാണ്. ഇത് ആരോടാണ് ചോദിക്കുക സർ? അല്ല, ഈ കാര്യത്തിൽ നിങ്ങൾ ഉന്നയിച്ച സംശയത്തെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെല്ലാവരും ഉന്നയിക്കുന്നതാണ്. ഒന്ന്, ഈ മണ്ണ് വീണിരിക്കുന്നത് ഒരു ദേശീയ പാതയാണ്. അപ്പോൾ 2 ഭാഗത്തു നിന്നും ഇതിന്റെ ക്ലിയറൻസ് നടത്താൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങേ ഭാഗത്തു നിന്നാണെങ്കിലും ഇങ്ങേ ഭാഗത്താണ്. നമ്മളിപ്പോൾ ജോഷിമഠിൽ പണ്ട് ടണല് ഇതിനകത്ത് മണ്ണിടിഞ്ഞ് വീണതെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തു നിന്ന് കടന്നു പോകാൻ പറ്റത്തില്ല, ഒരു ഭാഗത്തു നിന്ന് മാത്രമാണ് എൻട്രി ഉള്ളൂ. ഇതിപ്പോ ഒരു ദേശീയ പാത, അത് 4 വരി പാതയോ 6 വരി പാതയോ ഇത്രയും വിസ്തൃതമായ ഒരു പാതയായതുകൊണ്ട് 2 ഭാഗത്തു നിന്നും ക്ലിയറൻസ് നടത്താവുന്നതാണ്. ഞാനൊരു മുൻ സൈനികൻ കൂടിയാണ്. എൻ്റെ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ ഗോൾഡൻ അവേഴ്സ് എല്ലാം നമ്മൾ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോ നമുക്കറിയാം, ഈ ഗോൾഡൻ അവേഴ്സിൽ ആരാണ് അത് ഉപയോഗപ്പെടുത്താതെ പോയത്? ഒന്ന്, അങ്ങ് പറയുന്നത് വളരെ കൃത്യമാണ്. അങ്ങ് ഒരു മുൻ സൈനികൻ കൂടി ആയതുകൊണ്ടാകാം വളരെ കൃത്യമായ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പറയുന്നത് പോലെ തന്നെ എനിക്കും തോന്നുന്നുണ്ട്. പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുമായിരിക്കും. ഈ പറയുന്ന ഗോൾഡൻ അവേഴ്സ് കടന്നുപോയി. 1. 2, ഇപ്പം ഗോൾഡിനേക്കാൾ അപ്പുറമുള്ള അവേഴ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പരിപാടി നമ്മളെ കൊണ്ട് പറ്റില്ല എങ്കിൽ അത് പറ്റുന്ന ആളുകളെ വിളിക്കാനുള്ള ഒരു സന്നദ്ധത കാണിക്കാതെ ഒരു ഈഗോ അവിടെ വർക്ക് ചെയ്യുന്നു എന്ന് ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കർണാടകത്തിലെ ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? അവിടെ ഉണ്ടോ ആ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ? അല്ല, ഞാൻ പറഞ്ഞത് ഇതിന് നേതൃത്വം കൊടുക്കാൻ, അതായത് ഈ കാർവാർ ഉൾപ്പെടുന്ന ഷിരൂർ ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷനിലെ അവിടുത്തെ SHO ഒരു മിടുക്കനാണെങ്കിൽ വേറൊന്നും വേണ്ട. എത്ര JCB, ഞാൻ പറഞ്ഞു കേൾക്ക്, എത്ര JCB ആ നാട്ടിൽ ലഭ്യമാണോ ആ JCBകൾ മുഴുവൻ, എത്ര ലോറികൾ ലഭ്യമാണോ ആ ലോറികൾ മുഴുവൻ കൊണ്ടുവന്ന് 2 സൈഡിൽ നിന്നും മണ്ണ് നീക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. ആ ദൗത്യം കഴിഞ്ഞ 4 ദിവസമായിട്ട് നടക്കുന്നില്ല എന്നുള്ള ഒരു ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതി. ശ്രീ സേനാപതി വേണു, ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, പക്ഷെ ഞാൻ അങ്ങ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞ് കേട്ടത് വെച്ച് പഠിച്ച് പറയുന്നതാണ്. നിങ്ങളൊക്കെ ഈ നാട്ടിൽ പറഞ്ഞ് വന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഒരു സ്റ്റേഷനിലെ SHO കൃത്യമായി ഈ കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നില്ലെങ്കിൽ ആ തെറി വിളിക്കേണ്ടതും നടപടിയെടുക്കേണ്ടതും ആ SHOക്കെതിരെ അല്ല, ആ SHOയെ നയിക്കുന്ന, SHOയെ അവിടെ ഇരുത്തിയിരിക്കുന്ന നേതൃത്വത്തോടാണ് ചോദിക്കേണ്ടതെന്ന് നിങ്ങളാണ് ഇവിടെ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത്. ഇത് അവിടെ ബാധകമല്ലേ? അല്ല, ഞാന് ലാലെ പറഞ്ഞത്, ഒരു ദുരന്ത ഭൂമിയിൽ നമ്മളൊരു ഏകോപനത്തിന് ഏറ്റവും അടുത്തയാൾ അത് SHO വേണമെന്നില്ല, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആകാം, കളക്ടർ ആകാം, അതല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയാകാം. നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ അവിടെ വേണ്ടത് എന്താ? ലഭ്യമായ എക്യുപ്മെന്റ്സുമായി അവിടെ എത്തുക, മണ്ണ് നീക്കുക എന്നുള്ളതാണ്. അതിനാര് ഈ മണ്ണ് നീക്കുന്ന വേഗത അങ്ങ് കണ്ടല്ലോ, അങ്ങേക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു മുൻ പട്ടാളക്കാരനായ അങ്ങേക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയാണോ ഈ 4-5 നിലകളുള്ള ഒരു കെട്ടിടത്തിന്റെ വലിപ്പത്തിലുള്ള ഒരു കുന്നിടിഞ്ഞ് വീണ് റോഡിലേക്ക് വീഴുമ്പോൾ മണ്ണ് മാറ്റുന്നത്? ഇവിടെ ഏതാണ്ട് ഒരു കെട്ടിടം പണിക്ക് വരുന്നത് പോലെ ഒരു 3-4 JCB എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ 2 വർക്ക് ചെയ്യുന്നു, ബാക്കിയുള്ളവർ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞവിടെ നോക്കിക്കൊണ്ട് വെക്കുന്നു. ഇതാണോ പരിപാടി? അല്ല, ഞാൻ പറഞ്ഞത് അവിടെ ഏകോപനമില്ല. 1. 2, ഈ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വൈദഗ്ധ്യമുള്ള ആളുകളല്ല അവിടെ ഈ രംഗത്ത് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു പോരായ്മ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവും. അതിന്റെ ഫലം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ.
ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരണ്ടല്ലോ, അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാലോ. അർജുനെ പോലെ ഇന്ന് മനസ്സിലാക്കിയത് അർജുൻ മാത്രമല്ല, വേറെയും 2-3 പേരുണ്ട് എന്നാണ്. അവരുടെ ജീവൻ വെച്ചാണ് കളിക്കുന്നത്. ഇതുപോലുള്ള ആളുകൾ മണ്ണിനടിയിലായാൽ പോലും 10-15 ദിവസം പോലും ജീവനോടെ ഇരുന്നിട്ട് തിരിച്ചെത്താനുള്ള സാധ്യതകൾ ഉള്ള ഒരു സ്ഥലത്ത് കളിക്കുകയാണ്. ഉത്തരം പറയാൻ ആളില്ല, ഏകോപനമില്ല. അങ്ങ് പോലും അത് സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യുക സർ? അല്ല നമുക്കിപ്പോ അല്ല, ഞാൻ പറഞ്ഞത് നമ്മളാരും കർണാടകത്തിൽ താമസിക്കുന്നവരല്ലല്ലോ. കർണാടക ഗവൺമെന്റിനെ കൊണ്ടും അവിടുത്തെ ഭരണ സംവിധാനത്തെ കൊണ്ടും ചെയ്യിപ്പിക്കാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ അത് സംസ്ഥാന ഗവൺമെന്റ് ഇടപെടുന്നു, ഇവിടുത്തെ പ്രതിപക്ഷം ഇടപെടുന്നു, മറ്റ് രീതിയിൽ ഏതൊക്കെ രീതിയിൽ സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നു ആ കാര്യങ്ങളെല്ലാം ചെയ്തു. അതുകൊണ്ടാണല്ലോ ഇത്രയെങ്കിലും കാര്യങ്ങൾ നടന്നത്. പക്ഷേ അവിടെ പോരായ്മകൾ നിൽക്കുന്നു, ആ പോരായ്മകൾ പരിഹരിക്കപ്പെടണം. ഇപ്പൊ ഇവിടെ അർജുന്റെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സൈന്യത്തിന്റെ ഒരു സേവനമാണ്. ഞാൻ പറയുന്നു, സൈന്യത്തിന്റെ ഒരു സേവനം. പെട്ടെന്ന് കരസേനയുടെ 10-500 ഇല്ലെ 100-200 ജവാന്മാർ വന്നതുകൊണ്ട് അവിടെ ഒരു പ്രവർത്തനം നടത്താൻ പറ്റത്തില്ല. അല്ല, അത് പട്ടാളക്കാർ വന്നിട്ട് തീരുമാനിക്കേണ്ട കാര്യം. ആദ്യത്തെ കാര്യം കർണാടകത്തിന് ചെയ്യാലോ, അവിടുത്തെ ദൗത്യം ചെയ്യുന്നവർക്ക് ചെയ്യാലോ, ദൗത്യം നിർത്തിവെക്കാതെ മുന്നോട്ട് പോകാമല്ലോ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ NDRF എന്ന് പറയുന്ന സംവിധാനം രാജ്യം മുഴുവനുള്ളതാണ്. ആ സംവിധാനത്തെ ഫലപ്രദമായിട്ട് കൊണ്ടുവന്നുകൊണ്ട് അവരെ ഉപയോഗിച്ച് മണ്ണ് നീക്കാനുള്ള അടിയന്തരമായ നടപടികൾ അത് പൂർണ്ണമായിട്ടുണ്ടാകണം. അത് നിർത്തിവെക്കാൻ പാടില്ല. അതിന് ഏകോപനം അവിടെ ഉണ്ടാകണം. ആ ഏകോപനം ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു പോരായ്മ അവിടെ. വി വസീഫ്, ഈ പോരായ്മയ്ക്ക് ആരോടാണ് ചോദിക്കേണ്ടത്? വി വസീഫ്, താങ്കളോടാണ് എൻ്റെ ചോദ്യം. ഈ പോരായ്മ എന്ന് സേനാപതി വേണു ഉൾപ്പെടെ സമ്മതിക്കുന്ന ഒരു വലിയ പോരായ്മ അവിടെ ഉണ്ടാകുന്നു. നമ്മുടെ സഹോദരൻ അർജുനെ കുറിച്ച് വേദനിക്കാൻ മാത്രം സാധിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോഴും ഉള്ളത്. നമുക്ക് കാണാനാകുന്നില്ല ആ കുടുംബം അപ്പോൾ എത്ര സഹിച്ചായിരിക്കും അവർ കഴിയുന്നുണ്ടാകുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇത് ഇങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ആ സർക്കാർ ഇന്നലത്തെ രാത്രിയിൽ ചോദിച്ച അതേ ചോദ്യം ഇന്നും ചോദിക്കുമ്പോഴും അവർ തന്നെ ഒരു ദൗത്യം നിർത്തിവെച്ചും തുടർന്നും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് നടക്കുന്നത് വസീഫ്? ലാൽ, ഞാൻ ഇതിലൊരു സാങ്കേതിക വിദഗ്ധനോ ഇങ്ങനെ ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളോ ഒന്നുമല്ല. പക്ഷെ ഞാനൊരു മലയോരത്ത് ജീവിക്കുന്ന, മലയോര പ്രദേശത്ത് ഇതുപോലെയുള്ള മണ്ണിടിച്ചിലുകളൊക്കെ കണ്ട, അതൊക്കെ അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി പല ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ആയി പരിസരത്തൊക്കെ ജീവിച്ചു പോകുന്ന ഒരാളാണ്. നമ്മളൊക്കെ ഇത് കണ്ടവരാണ്, കേരളത്തിലുള്ളവരൊക്കെ. ഇപ്പോൾ സേനാപതിയെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പറയുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി പറയുക, 5 ദിവസമായി പ്രിയപ്പെട്ട അർജുൻ മണ്ണിനടിയിൽ പോയി എന്നുള്ള വിവരം കിട്ടിയിട്ട്. ആ വിവരം കിട്ടിയിട്ട് ആദ്യത്തെ 2 ദിവസം 3 ദിവസം നമ്മൾ കണ്ടല്ലോ, അവിടെ നിന്ന് ആ വാഹനത്തിൻ്റെ ഉടമയും അതുപോലെ തന്നെ അർജുൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ചാനലിലൂടെ അവരുടെ ഫോണിലൂടെയൊക്കെ പറയുന്ന സംസാരം നമ്മൾ കേട്ടു. ഒരു JCB, 2 JCB, 2 ലോറി വെച്ചിട്ട് ഇവർ ഈ പറയുന്നപ്പോൾ സേനാപതി പറയുന്നത് 1/2 കിലോമീറ്റർ നീളത്തിൽ മണ്ണിടിഞ്ഞു എന്നാ. അങ്ങനെ ഇത്രയധികം ദൂരത്തിൽ മണ്ണിടിഞ്ഞ് ഒരു അപകടകരമായ സാഹചര്യമുള്ള ഒരു പ്രദേശത്ത് എന്തേ ഒരു ഗവൺമെൻറ് ജാഗ്രതയോടുകൂടി ഇടപെട്ടില്ല എന്നുള്ളത് പറയണ്ടേ? എന്തുകൊണ്ടാണ് അവർക്ക് ഇടപെടാൻ പറ്റാത്തത്? അർജുൻ ഒരു ഡ്രൈവർ ആയതുകൊണ്ടാണോ? അർജുൻ മലയാളി ആയതുകൊണ്ടാണോ? അവിടെ വേറെയും ആളുകൾ അതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട്, വേറെ കുറച്ച് പേര് ഒലിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവിടുന്ന് വലിയ റിപ്പോർട്ടുകളും വേറെ വാഹനങ്ങൾ പോയി എന്നുള്ള വിവരങ്ങളും ഒക്കെ വരിക. ഒരു ലോറി ഉൾപ്പെടെ അതിനകത്ത് പെട്ടു. നോക്കൂ നിങ്ങൾ, എന്ത് ഗൗരവമാണ് ഒരു ഗവൺമെന്റ്, കർണാടക പോലത്തെ ഒരു ഗവൺമെന്റ്, അതും കോൺഗ്രസ് ഗവൺമെന്റ്. സുഹൃത്തുക്കളും ഈ കേരളത്തിൽ നിന്ന് പോയ ആളുകളൊക്കെ അവിടെ ആ സ്പോട്ടിൽ നിൽക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥർ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് ഈ ഇത്രയധികം പ്രഷർ ചെലുത്താൻ? ഈ മണ്ണിനടിയിൽ കിടക്കുന്ന ആൾക്കാണോ ഇത്ര സമ്മർദ്ദം ഉള്ളത്, അതോ നിങ്ങൾക്കാണോ? ആരാണ് ഇയാൾ? ഡ്രൈവർ മാത്രമല്ലേ എന്ന് ചോദിക്കുകയാണ്. ലാൽ, ഞങ്ങൾക്ക് ഈ കണ്ണാടിക്കൽ കോഴിക്കോട്ടെ പ്രദേശമാണല്ലോ, അവിടെയുള്ള ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ഒക്കെ ആ വീടും പരിസരവുമായിട്ടൊക്കെ നിൽക്കുന്നവരാണ്. ഞങ്ങളുടെ ഒരു DYFI പ്രവർത്തകനൊക്കെ ആയി നിന്നൊരു സുഹൃത്തു കൂടിയാണ് ഈ അർജുൻ എന്നാണ്. അപ്പോൾ ഈ അർജുനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അറിഞ്ഞ മുതൽ ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ കർണാടക ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് അവിടുത്തെ ഉദ്യോഗസ്ഥർ വന്ന് ചോദിക്കുകയാണ് പോലും, എന്താണ്
നിങ്ങൾക്ക് ഈ മന്ത്രിമാരും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം ഈ ഡ്രൈവർക്ക്, ഈ ലോറി ഉടമക്കാണോ അതോ ഈ ഡ്രൈവർക്കാണോ എന്നൊക്കെ ചോദിക്കുക ഇവർ. അവർക്ക് അത്ഭുതം. എന്നിട്ട് ഇന്നിപ്പോൾ ഉണ്ടായൊരു സംഭവം നമ്മളിതാ വാർത്തകളിലൂടെ അറിയുന്നത്, മനാഫ് എന്ന് പറയുന്ന ലോറി ഡ്രൈവറെ അവിടുത്തെ ഈ മറ്റേ കാർവാറിലെ SP മർദ്ദിച്ചു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ലൊക്കേഷനെ കുറിച്ചൊക്കെ ഒരു അതെ വിഷ്വൽസ് കാണിച്ചുകൊണ്ടിരിക്കുക, മർദ്ദിക്കുകയാണ്. ആ കാർവാറിലെ SP ചെയ്തത് എത്ര ക്രൂരതയാണ്. ഇദ്ദേഹം ഈ മനാഫ് കുറേ ദിവസമായി പറയുന്നുണ്ട്, ആ പ്രദേശത്തിൻ്റെ ഒരു ധാരണയൊക്കെ വെച്ചുകൊണ്ടും വണ്ടി ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെക്കുറിച്ചുമൊക്കെ മനാഫ് വളരെ കൃത്യമായി പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതൊക്കെ ഒന്ന് കേൾക്കണ്ടേ? അതിനൊക്കെ ആൾ വേണ്ടേ? ഇതിനൊക്കെ ഒരു കോർഡിനേഷൻ നടത്താൻ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ വേണ്ടേ? നമുക്ക് ഇവിടെ നിന്ന് ഇത് കണ്ടിട്ട് വലിയ പ്രയാസം തോന്നുകയാണ്, വല്ലാത്ത പ്രയാസം. നൗഷാദിൻ്റെ നാട്ടുകാരനാണ് ഈ അർജുൻ. നോക്കൂ നിങ്ങൾ, മാൻഹോളിൽ കുടുങ്ങിയ തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ വന്ന് നമ്മുടെ നാട്ടിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ ഈ മാൻഹോളിൽ പോയി എന്നറിഞ്ഞിട്ട് ജീവൻ ത്യജിച്ച് മാൻഹോളിൽ ഇറങ്ങി കൈപിടിച്ച് രക്ഷിക്കാൻ ശ്രമിച്ച നൗഷാദിൻ്റെ നാട്ടുകാരനാണ് അർജുൻ. ആ അർജുനാണ് ഈ ഗതി ഉണ്ടാകുന്നത്. നോക്കൂ നിങ്ങൾ, എത്ര ഗതികേടാണ്. ഈ രാജ്യം ലജ്ജിച്ച് തലതാഴ്ത്തുകയല്ലേ? ഇത്ര ദിവസമായിട്ട് 5 ദിവസമായിട്ട് എന്തേ ഈ രാജ്യത്ത് ഇത്രയധികം സംവിധാനങ്ങളുള്ള ഈ രാജ്യത്ത് ആ സംവിധാനങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? എല്ലാവരും ഇടപെട്ടില്ലേ? ഈ പറയുന്ന പ്രകാരമാണെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഇടപെട്ടു എന്നാണ് പറയുന്നത്. നമ്മൾ അംഗീകരിക്കുന്നു. എന്തേ? എന്നിട്ട് കർണാടക ഗവൺമെൻറ് ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ, പ്രതീക്ഷിക്കുന്നത് പോലെ, ഈ കുടുംബം ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് നമ്മുടെ പ്രിയപ്പെട്ടവൻ്റെ ജീവൻ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ജാഗ്രതയോടുകൂടി ഇടപെടാൻ ഇവർക്ക് സാധിക്കുന്നില്ല. പ്രശ്നമല്ലേ അത്? നമുക്ക് കവളപ്പാറ അനുഭവമൊക്കെ നമുക്കില്ലേ നമ്മുടെ കേരളത്തിൽ? നിങ്ങൾ നോക്കുക, ആദ്യം തന്നെ ഇപ്പം നേരത്തെ ഇവർ മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്, നേരത്തെ പട്ടാളത്തിലായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ റിസോഴ്സ് മൊബിലൈസേഷൻ ആദ്യം തന്നെ ചെയ്യേണ്ടത് അതാണല്ലോ. അവിടെ എന്ത് റിസോഴ്സാണ് ഉള്ളത് നമ്മൾ കാണുകയല്ല, ഇപ്പോഴും നമ്മൾ കാണുകയാണ്. ഇപ്പോഴും അവിടെ ആവശ്യത്തിന് റിസോഴ്സ് ഉണ്ടോ? ഇല്ല. എന്താണ് ഇവർ മൊബിലൈസ് ചെയ്തത്? ഈ കർണാടകയും ഇതിൻ്റെ പരിസര പ്രദേശം എന്നൊക്കെ പറഞ്ഞാൽ നിരവധി ഈ ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശമാണ്. നമുക്ക് തന്നെ അറിയില്ലേ, ഇവിടെ നിന്ന് തന്നെ പലരും അവിടെ ഈ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല വാഹനങ്ങളും കൊണ്ടുപോകുന്നവരും അതിൻ്റെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ട്. ഒന്ന് ബന്ധപ്പെട്ടാൽ, ഒരു സ്റ്റേഷൻ ഓഫീസർക്ക് ബന്ധപ്പെട്ടാൽ, ഒരു പ്രാദേശിക പോലീസുകാരന് ബന്ധപ്പെട്ടാൽ തന്നെ എത്ര JCBയും എത്ര ലോറിയും ഒക്കെ അവിടെ അവൈലബിൾ ആക്കാൻ പറ്റും. പക്ഷെ ഇവർ അതിൻ്റെ ഒരു ഗൗരവം ഇവർ കാണിക്കുന്നില്ല. വൈകുന്നേരമായാൽ ഇവർ ഈ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യരല്ലേ മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നത്? പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന കുടുംബവും ഒരു നാടും ഒക്കെ ഇല്ല ഇവിടെ. ഒരു മനുഷ്യൻ്റെ ജീവന് ഒരു വില കൽപ്പിക്കണ്ടേ? ഈ നമ്മുടെ ഈ അർജുൻ മാത്രമല്ല നമ്മൾക്ക് മനസ്സിലാക്കുന്നത്, വേറെ 2 പേര് കൂടി ഉണ്ട് പോലും അതിനകത്ത് അടിയിൽ. ഇനി മറ്റാരോ ഉണ്ടോ എന്ന് നമുക്ക് അറിയുകയുമില്ല. ഒരു ജാഗ്രതയും ഈ പ്രവർത്തനത്തിന് ഇവർ കാണിക്കുന്നില്ല. അടിയന്തരമായി കേന്ദ്രസേന ഉൾപ്പെടെ ഇടപെട്ട് ഒരു രക്ഷാദൗത്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് DYFIക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കുടുംബത്തിൻ്റെ അതേ വാചകത്തിനൊപ്പം, അതേ വികാരത്തിനൊപ്പമാണ് ഇപ്പോൾ വസീഫും പറയുന്നത്. ഒരുപക്ഷെ സേനാപതി വേണുവിൻ്റെ മനസ്സും അവിടെ നിൽക്കുമ്പോൾ, പക്ഷേ സേനാപതി വേണു ഇടപെടാൻ പറ്റുന്ന ഒരു സർക്കാർ കർണാടകത്തിലുള്ളത് ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് എല്ലാവർക്കും സംശയമുണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ വരാം. ശ്രീ ഗോപകുമാർജി, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നത്തെ 5ാം ദിവസത്തിൽ കാർവാറിൽ കാണുന്ന, ഈ ഷിരൂരിൽ കാണുന്ന കാഴ്ചകൾ, ഈ രാത്രിയിൽ എന്താണ് അവിടെ നടക്കുക എന്നറിയില്ല. അവിടെ ഇപ്പോഴും മണ്ണിനടിയിൽ ജീവനോടെ അർജുൻ ഒരുപക്ഷെ ആരെങ്കിലും എത്തുമെന്ന ഒരു തോന്നലോടുകൂടി അവിടെ ഉണ്ടാകും. മലയാളികളുടെ ഇടയിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാകാനുള്ള എല്ലാ പ്രവൃത്തികളും കണ്ട് ജീവിച്ച ആളാണ് അർജുൻ. കേരളത്തിൽ ഇങ്ങനെയൊരു ഘട്ടമുണ്ടായാൽ അവിടെ എന്ത് നടക്കുമെന്നുള്ളത് അർജുൻ അറിയാം. 2 ദിവസം മുമ്പും നടന്ന കാര്യങ്ങൾ അർജുൻ കണ്ടിട്ടാണ് യാത്ര പോകുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് പോയ അർജുൻ ആ മണ്ണിനിടയിൽ ആശ്വസിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഈ രാത്രിയിൽ ഇങ്ങനെയാണോ നടക്കേണ്ടത്? ശ്രീ ഗോപകുമാർ. താങ്ക് യു. ഇവിടെ തീർച്ചയായും പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു
ആളിനെ കാണാതായിട്ട് 5 ദിവസത്തോളമായി, ഏകദേശം 5 ദിവസം പിന്നിടുകയാണ്, 5ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ പലതരത്തിലുള്ള പദ്ധതികളും അവിടെ നടപ്പിലാക്കി അതിനുശേഷവും പുതിയ പ്രവർത്തനങ്ങൾക്കായിട്ട് ആളുകൾ കാത്തിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇന്നിപ്പം നമ്മൾ കാണുന്നൊരു ചിത്രം എന്ന് പറയുന്നത് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഒരുപാട് വീഴ്ചകൾ ഉണ്ടായതായിട്ട് ഈ അർജുൻ്റെ കുടുംബവും മറ്റ് അവിടെ നിന്നവരും വാഹന ഉടമ ഉൾപ്പെടെയുള്ളവരൊക്കെ അതിനെതിരെ പ്രതിഷേധിക്കുകയും അപ്പോൾ ആ തരത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ ചർച്ച വരികയാണ്. അദ്ദേഹം ഒരു നമ്മുടെ അറിയപ്പെടുന്ന ഒരു സന്നദ്ധ രക്ഷാപ്രവർത്തനായ രഞ്ജിത്ത് ഇസ്രായേൽ എന്നൊരാളെ അവിടെ കൊണ്ടുവരികയും അദ്ദേഹത്തിന് അവിടെ പ്രവേശനം അനുവദിക്കാത്തൊരു അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്തതായിട്ട് നമ്മൾ വാർത്തകളിൽ കണ്ടു. അപ്പോൾ ഇവിടെ ഒരുപക്ഷെ ഈ സ്ഥലമൊന്നും നമുക്ക് ആർക്കും വലിയ പരിചയമില്ല. പിന്നെ ഈ സംഭവത്തെക്കുറിച്ച് തന്നെയുള്ള ചിത്രങ്ങൾ നമുക്ക് കിട്ടുന്നത് മാധ്യമങ്ങളിലൂടെ ഒരു ശരിയായ വാർത്തകൾ അവിടെ നിന്നുള്ള നിരീക്ഷണങ്ങളൊക്കെ കിട്ടുമ്പോൾ മാത്രമാണ്. അപ്പോൾ എന്തായാലും ശരി, അവിടെ ഒരു വളരെ മോശമായ അവസ്ഥയാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള നമ്മളൊരു ചൊല്ല് പറയാറുണ്ട്, മാധ്യമങ്ങളെ പോലും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. മാധ്യമങ്ങളെ പോലും വല്ലപ്പോഴും മന്ത്രിമാരെന്ന് പറയാനില്ല, ഒരിക്കൽ കേന്ദ്രമന്ത്രി വന്നപ്പോൾ, ഒരിക്കൽ MLA വന്നപ്പോഴൊക്കെയാണ് അങ്ങോട്ടേക്ക് കയറ്റി വിട്ടത്. തീർച്ചയായും അവിടെ ഒരുപക്ഷെ അത് ഞാനതിലേക്ക് വരാം. അതായത് ഈ സെക്കൻഡറി ഡിസാസ്റ്റേഴ്സ് എന്ന് പറയും. ഒരു അപകടമുണ്ടായ സ്ഥലത്ത് സുരക്ഷിതമല്ലെങ്കിൽ രണ്ടാമത്തെ അപകടങ്ങൾ ഒരുപക്ഷെ നമുക്കറിയാം. പഴമ്പള്ളിശാൽ എന്ന് പറഞ്ഞ വെണ്ണിയാണിമലയിലോ പഴമ്പള്ളിശാലിലോ മറ്റോ ആണ് ഉരുൾപൊട്ടലിൻ്റെ ചിത്രമെടുക്കുന്നതിനിടയ്ക്ക് നമുക്ക് വളരെ പ്രശസ്തനായ ഒരു പത്ര ഫോട്ടോഗ്രാഫറെ നഷ്ടപ്പെട്ടതൊക്കെ. അപ്പോൾ ഈ സെക്കൻഡറി ഡിസാസ്റ്റേഴ്സിനെ ഒരു തടയിടാൻ വേണ്ടി ആകണം മറ്റുള്ളവർക്കൊന്നും അവിടെ എൻട്രി നൽകാത്ത കാര്യം. മാധ്യമപ്രവർത്തകർ വളരെ ഡെയർ ചെയ്ത് വളരെ വൃത്തിയായി എല്ലാ കാര്യങ്ങളും കൃത്യമായി ജനങ്ങളിൽ എത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ അവർ ഈ പറയുന്ന പലപ്പോഴും ഇതിൽ ശ്രദ്ധിക്കാതെ പോയേക്കാം. ആ ഒരു കരുതലുണ്ടായിരിക്കാം ഒരു പക്ഷേ അവരെ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ കരുതുന്നു. എന്തായാലും ഇവിടെ ഈ അത്തരത്തിൽ വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള മെഷേഴ്സ് പോലും എടുക്കേണ്ട സമയത്താണ് അതിൻ്റെ ഏറ്റവും പ്രിലിമിനറി ആയിട്ടുള്ള പല മെഷേഴ്സ് എടുത്തില്ല എന്ന് നമ്മൾ വാർത്തകളിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ അർബൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്നാണ് ഇത്തരത്തിൽ ഉള്ള സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസിനെ പൊതുവെ ലോകമെമ്പാടും വിളിക്കുക, USAR എന്ന് അത് ചുരുക്കി പറയും. അപ്പോൾ ഈ അർബൻ സെർച്ച് ആൻഡ് റെസ്ക്യൂവിൻ്റെ ഒരു രീതി അനുസരിച്ച് ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഒരു റെക്കഗ്നൈസൻസ് സർവേ എന്ന് തന്നെയാണ് പറയുക. ഈ റെക്കഗ്നൈസൻസ് സർവേ ചെയ്യുമ്പോൾ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത നിമിഷം മുതൽ ആവശ്യമായ റിസോഴ്സസ് മൊബിലൈസ് ചെയ്തുകൊണ്ട് അവിടെ ആദ്യം പ്രിലിമിനറി സർഫസ് റെസ്ക്യൂ, പിന്നീട് അതിനകത്ത് ലൈഫ് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഡിറ്റക്ഷൻ സംവിധാനങ്ങളും ഒക്കെ ചെയ്യണം. അപ്പം ഇന്ന് നമ്മൾ പ്രവർത്തിച്ചതായി കാണുന്ന GPR, ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഫ്രീക്വൻസി അനുസരിച്ച് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് സൂറത്കൽ NIT-യിലെ ഒരു GPR ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രവർത്തന ശേഷി അനുസരിച്ച് അവർ പറയുന്നത് മാക്സിമം 20 മീറ്റർ വരെയാണ് പറയുന്നത്. അതും ഇത്തരത്തിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ്, അത് വെള്ളം ആണെങ്കിൽ പോലും അത് ഒബ്സ്ട്രക്ഷനാണ്. ഇത് ഈ പറഞ്ഞ റേഡിയോ തരംഗങ്ങളെ തിരിച്ചയക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴെയുള്ള സാധനങ്ങളെ കാണാനുള്ള ഒരു അവസരം കിട്ടില്ല. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും ഈ GPR ഒക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ നേരത്തെ തന്നെ അവിടെ കൊണ്ടുവന്ന് ചെയ്യേണ്ടതായിരുന്നു. ഇന്ന് പ്രവർത്തിക്കുന്നത് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. നമുക്ക് ശ്രീ ഗോപകുമാർ, അത് തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇന്നല്ല വരേണ്ടതെന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 4 ദിവസങ്ങൾക്ക് മുമ്പേ പ്രിലിമിനറി ആയിട്ട് നടത്തേണ്ട ഒരു കാര്യമായിരുന്നു. ഇന്നിപ്പോൾ 4 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത് വരേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ് എടുക്കേണ്ട സമയമാണ്. അത് ഇവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇവർ താമസിച്ച് ഇനിയിപ്പോൾ എല്ലാം നോക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് അതിനുള്ള തോന്നൽ വരുന്നതെങ്കിൽ അന്ന് ചെയ്താൽ മതിയോ? ചില തെർമൽ പ്രോബുകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം മുരളി തുമാർ കൂടിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ജീവനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. ഈ കാലാവസ്ഥ പോലും പ്രശ്നമായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാൻ തോന്നുന്നത്. അങ്ങനെ മതിയോ? തീർച്ചയായും അല്ല. കാര്യം മെറ്റൽ ഡിറ്റക്ടറൊക്കെ ആൾറെഡി അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞു. കാര്യം ലോറിയുടെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് കർണാടക പോലീസ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നോക്കിയിരുന്നു. അത് പരാജയപ്പെട്ടതിന് ശേഷമാണ് GPRനെ വിളിച്ചത്. അപ്പോൾ ഈ GPR മംഗലാപുരത്ത് തന്നെയുള്ള ടീമാണ് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വർക്ക് ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഈ GPRൻ്റെ ഒരു പെനിട്രേഷൻ പരിധിക്ക് അപ്പുറമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തിരിച്ചറിയണമെങ്കിൽ ഒരു പക്ഷേ നേരത്തെ തെർമൽ പ്രോബിൻ്റെ കാര്യം പറഞ്ഞു. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ലൈഫ് ഡിറ്റക്റ്റിംഗ്, ജീവനുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു സംവിധാനമാണ്. അത് കൂടുതൽ ഈ ഭൂകമ്പം നടന്ന സ്ഥലങ്ങളിലൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെയും ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ ഒരു പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോറി, അതിന് തടി ലോഡോടുകൂടി വന്ന ലോറിയുടെ ക്യാബിൻ എയർ കണ്ടീഷൻ ചെയ്ത ഒരു ഐസൊലേറ്റഡ് ക്യാബിനാണ്. അതിനുള്ളിലാണ്
നമ്മുടെ അർജുൻ ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ജീവൻ അകത്ത് അടഞ്ഞുകൂടിയ ഒരു വോയിഡ്, ഒരു വിടവ് ഇപ്പോഴവിടെ നിലനിൽക്കുന്നതായിട്ട് ഞാൻ പ്രത്യാശിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മണ്ണിടിച്ചിലും ഭൂകമ്പ സ്ഥലങ്ങളിൽ നിന്നും ദിവസങ്ങൾക്ക് ശേഷവും ആളുകളെ ജീവനോടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളോട് ഉണ്ട് എന്നൊരു പ്രത്യാശയോടുകൂടി യാതൊരു മുൻവിധിയില്ലാതെ വേണം മറ്റു മുൻവിധികളില്ലാതെ വേണം നമ്മൾ അവിടെ പ്രവർത്തിക്കാനായിട്ട്. അങ്ങനെയുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ മുരളീധരന്മാരൂടെ അദ്ദേഹത്തെ കോട്ട് ചെയ്തുകൊണ്ട് ലാൽ സാർ പറഞ്ഞ തെർമൽ പ്രോബൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിന് പോലും അവിടെ ഈ മണ്ണിൻ്റെ മുകളിൽ നിന്ന് താഴേക്കോ അല്ലെങ്കിൽ വശങ്ങളിലേക്കോ, അതായത് വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ ഓപ്പണിങ്സ് ഇട്ടാൽ മാത്രമേ അതൊക്കെ പ്രവർത്തിക്കാൻ പറ്റൂ. പക്ഷേ അങ്ങനെയുള്ള പ്രിലിമിനറി സർഫസ് ലെവൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ അവിടെ നടന്നതായി തോന്നുന്നില്ല. ഇതിപ്പോൾ ഒരു ടോട്ടൽ ഡെബ്രിസ് റിമൂവൽ എന്ന് പറയുന്ന രീതിയിൽ, അതിനെ അങ്ങനെ തന്നെ പറയുക, ടോട്ടൽ ഡെബ്രി റിമൂവൽ എന്ന രീതിയിൽ യന്ത്രവൽകൃത സംവിധാനങ്ങൾ ഉപയോഗിച്ച് മുഴുവൻ അവിടുന്ന് അവശിഷ്ടങ്ങൾ നീക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പേ ചെയ്യേണ്ടിയിരുന്നതാണ് ഇത് പെനിട്രേറ്റ് ചെയ്ത് അവിടെ ഇവിടെയായി ദ്വാരങ്ങൾ വരുത്തി അതിലൂടെ ഇത്തരത്തിലുള്ള പരിശോധന നടത്തേണ്ടിയിരുന്നത്. അതൊന്നും നടത്തതായിട്ട് അവിടെ കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോഴും സമയം വൈകിട്ടില്ല. ഇപ്പോഴും ഒരു പ്രത്യാശ ഞാൻ പറഞ്ഞത്, ആ വോയിഡ്, ഒരു വിടവിനുള്ളിൽ അത്യാവശ്യം ചെറിയ വായു സഞ്ചാരത്തോടുകൂടി അദ്ദേഹം ആ ക്യാബിനുള്ളിൽ ഒരു പക്ഷേ ജീവിച്ചിരിപ്പുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിലും കരുതുന്നത്. അത്രയും സീരിയസ്നെസ്സോടുകൂടി വേണം ഇതിനെ നോക്കി കാണാൻ. ശരി, ഞാൻ പറയാം ശ്രീ ഗോപകുമാർ, ആദ്യഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെ സാധിക്കുക. ഞാൻ ശ്രീ സേനാപതി വേണുവിലേക്ക് ഈ ഘട്ടത്തിൽ ഒന്ന് പോട്ടെ. ശ്രീ സേനാപതി വേണു, നേരത്തെ ഇപ്പോൾ ശ്രീ ഗോപകുമാർ ചൂണ്ടിക്കാട്ടിയ ഒരു സാഹചര്യം, നമുക്കൊരു 4 ദിവസങ്ങൾക്ക് മുൻപ് ഈ സ്പോട്ടിൽ നടക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത് എന്നത് ദൗർഭാഗ്യകരം. ഒന്നത്, താങ്കളും അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. വസീഫ് ചൂണ്ടിക്കാട്ടിയ കാര്യമുണ്ട്. എത്രമാത്രം താങ്കളും മലയോര പ്രദേശത്ത് നിന്നൊക്കെ വരുന്ന ആളാണ്, താങ്കൾക്കും അറിയാമല്ലോ ഈ ഒലിപ്പ്, മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ജാഗ്രത കാട്ടേണ്ട സംവിധാനം അത് കാട്ടാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഇത് കേരളത്തിലൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും നമ്മളൊക്കെ ചെയ്യുക? അങ്ങേ മാത്രം ഞാൻ ഒറ്റപ്പെടുത്തുന്നില്ല. നമ്മളൊക്കെ എന്തായിരിക്കും ആ സംവിധാനത്തോട് പ്രതികരിക്കുന്നത്, എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയാലോ. അവിടെ പറയാൻ ആരുമില്ല എന്നാണോ? കർണാടകത്തിന് എന്താണ് ഈ കാര്യത്തിൽ പറ്റിയിരിക്കുന്നത്? അവിടെ ചോദിക്കാൻ പറ്റുന്നില്ലേ ആരോടും? ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനോട് ഇവിടെ നിന്ന് ആർക്കും വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നില്ലേ? അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു MLAയോ അല്ലെങ്കിൽ MPയെയോ അല്ലെങ്കിൽ ഒരു മന്ത്രിയെയോ അവിടെ ഒരു ഏകോപനത്തിന് നിർത്താൻ സാധിക്കാത്ത രാഷ്ട്രീയ സാഹചര്യമുണ്ടോ? കേന്ദ്ര സർക്കാരുമായി കൈകോർത്ത് കർണാടകത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലേ? തടസ്സമുണ്ടോ? സൈന്യത്തെ ഇറക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? ഒരു അപേക്ഷ, ഒരു കത്തെഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ജില്ലാ ഭരണാധികാരി അവിടെ രാവിലെ ഒന്ന് വന്നിട്ട് പോയി, പിന്നെ വൈകുന്നേരം എപ്പോഴോ കണ്ടു എന്ന് പറയുന്നു. ഇടയ്ക്കുള്ള സമയങ്ങളിൽ അദ്ദേഹം അവിടെ വേണ്ടേ? തിരുവനന്തപുരത്തെ ജില്ലാധികാരിയെ ഞാൻ കണ്ടതാണ്, ആമേഴിഞ്ചാൻ തോടിൽ 2 ദിവസം മുഴുവൻ നിൽക്കുന്നത് കണ്ടതാണ്. അതുപോലെ അവിടെ വേണ്ടേ? എന്തുകൊണ്ട് ഇതിനൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ ആരാണുള്ളത്? അല്ല, ഇതിൻ്റെ അകത്ത് ലാലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇവിടെ സുരക്ഷിതമായ TV മുറിയിൽ ഇരുന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. നമ്മൾ ആ ഗ്രൗണ്ട് റിയാലിറ്റി അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇവിടെ ഇപ്പോൾ ഗോപകുമാർ സാർ അങ്ങനെ പറഞ്ഞതിനോട് എനിക്ക് വല്ലാത്ത വേദനയുണ്ട്. TV മുറിക്കകത്തിരുന്ന് സുഖമായി ഇരുന്ന് AC കൊണ്ടുകൊണ്ടിരുന്ന് അല്ല ഇത് ചോദിക്കുന്നത്. അങ്ങേപ്പോലെ ഞാനും മനസ്സ് വേദനിച്ചാണ് ചോദിക്കുന്നത്, അങ്ങേപ്പോലെ അല്ല. ഞാൻ പറഞ്ഞത് നമ്മളിതിൻ്റെ ഒരു ഗ്രൗണ്ട് യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകാതെ പറ്റൂ. ഇപ്പം നമുക്കറിയാം, ജോഷിമഠിന് താഴെ ഉത്തർപ്രദേശിൽ ടണൽ നിർമ്മാണത്തിന് അകത്ത് കുടുങ്ങിപ്പോയ തൊഴിലാളികളെ രക്ഷിക്കാനായി നമ്മളെല്ലാം എത്രയോ ഉത്കണ്ഠയോടുകൂടി നോക്കിക്കണ്ടതായിരുന്നു. 1 മണിക്കൂർ 2 മണിക്കൂർ, പിന്നെ പറയുന്നു ഇന്ന് പറ്റിയല്ല നാളെ പറ്റുന്നു. കാരണം ഇത്രയും ആധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും അവരെ റെസ്ക്യൂ ചെയ്ത് പുറത്തു കൊണ്ടുവരുന്നത് ഏതാണ്ട് 15 ദിവസത്തിന് കൂടിയാണ്. അപ്പം ഇവിടെ മനുഷ്യന് സാധ്യമായ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിക്കഴിയുമ്പോൾ അങ്ങോട്ട് കടന്നു ചെല്ലുവാനും, അല്ലെങ്കിൽ അവിടെ ആദ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ലോറി ലൊക്കേറ്റ് ചെയ്യാനും, ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് ഇതുണ്ടോ എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞു കിടക്കുന്ന മണ്ണ് 10, 20, 30 അടി അല്ലെങ്കിൽ 40 അടി ഉയരത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന ഈ മണ്ണിനകത്തേക്ക് പോയി ഇത് ലൊക്കേറ്റ് ചെയ്യാനുള്ള അതൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ആ കുടുംബം പോലും അത് അംഗീകരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ അതിനകത്തേക്ക് എങ്ങനെയെങ്കിലും ഒരു മന്ത്രം പറഞ്ഞ് അകത്ത് കയറി ചെന്ന് അർജുനെ പൊക്കിയെടുത്തോണ്ട് വരൂ എന്നല്ല ആരും ആവശ്യപ്പെടുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ എവിടെ? ഏകോപിപ്പിക്കുന്ന ആളെവിടെ? ആർക്കാണ് ഉത്തരവാദിത്വം? മന്ത്രി എവിടെ? മുഖ്യമന്ത്രി നാളെ എത്തുമെന്നാണ് ഇപ്പോഴും പറയുന്നത്. 6-ാം ദിവസം. ഇതൊക്കെയാണ് ഇതിനുള്ള ഉത്തരമാണ് വേണ്ടത്. ഇതിന് എന്താണ് തടസ്സം?
അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഉദ്യോഗസ്ഥന്മാർക്കാണ് അതിന്റെ ഏകോപനം, അത് ചെയ്യേണ്ടതും ചെയ്യേണ്ടതായ ആ ബാധ്യതയും. ഉദ്യോഗസ്ഥർ കാണുന്ന അവിടെ ആ കാഴ്ചപ്പാട് എന്താണ്? ആ ഉദ്യോഗസ്ഥർ കാണിച്ച രണ്ട് കാര്യങ്ങൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ വെക്കാം. ആ ഉദ്യോഗസ്ഥരിൽ ഒരാൾ പറയുന്നത് ഡ്രൈവറാണ്, ഇയാൾക്ക് എന്താ ഇത്ര സ്വാധീനം എന്നാണ്. ഇതെന്താ ഇയാൾക്ക് വേണ്ടി ഇത്രയും ആളുകൾ, മാധ്യമങ്ങൾ ഒക്കെ ഇവിടെ കൂടി നിൽക്കുന്നതെന്നാണ് ഒന്ന്. ഈ മനോഭാവമാണ്. രണ്ടാമത്തത് എന്താണ്? ഈ പറയുന്ന ഉദ്യോഗസ്ഥർ അവിടെ ഇപ്പോൾ ഒരു ഏകോപനം നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ രാത്രിയിൽ ദൗത്യം അവസാനിപ്പിക്കുന്നത് ആരുടെ നിർദ്ദേശം വെച്ചിട്ടാണ്? ആരാണ് ആ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നത്? അല്ല, അവിടെ മലയാളി എന്നോ കർണാടകക്കാരനെന്നോ ഡ്രൈവർ എന്നോ എന്നുള്ള ഒരു വേർതിരിവൊന്നും ഉണ്ടായിരുന്നു. കാരണം ഈ അപകടത്തിൽ മരിച്ചവരും ഇപ്പോൾ ബോഡി ലഭിച്ചിട്ടുള്ളതായ ആളുകൾ തദ്ദേശീയരായിട്ടുള്ള ആളുകളാണ് അവിടെ ചായക്കട നടത്തുന്നത്. അവരിൽപ്പെട്ട ആളുകളെയും കിട്ടാനായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഡ്രൈവറുടെ പേരിലോ അല്ലെങ്കിൽ ഡ്രൈവർ ആയതുകൊണ്ട് ഡ്രൈവറുടെ സ്വാധീനോ എന്നൊന്നും, അത് അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നെങ്കിൽ ഉദ്യോഗസ്ഥന്റെ വിവരക്കേട് എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്കണ്ഠ എന്താ? മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യജീവൻ, ഒന്നിലധികമോ മനുഷ്യജീവൻ, ആ മനുഷ്യജീവൻ തിരിച്ചു കിട്ടാൻ മനുഷ്യസാധ്യമായ അല്ല, അതിനെന്താണ് സാർ മനുഷ്യ സാധ്യം എന്ന് പറയുന്നത്? എന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതിയോ? നമുക്ക് അവിടെ പോയി എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആളുകൾ അവിടെയുണ്ട്, അവരെ കടത്തിവിടുന്നില്ല, മാധ്യമങ്ങൾ അകത്തോട്ട് കയറ്റുന്നില്ല. ഒരാൾ ചോദിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ, അവിടുത്തെ SP അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് കാണുന്നത്. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യ സാധ്യം എന്താണ്? മനുഷ്യ സാധ്യം ഒന്നേ ഉള്ളൂ, അവിടുത്തെ ഭരണാധികാരികൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതാണ് മനുഷ്യ സാധ്യമായ കാര്യങ്ങൾ. അല്ല, ഞാൻ പറഞ്ഞത് 117 അടി നീളമുള്ള ഒരു ടണലിന്റെ അകത്തൊരു മനുഷ്യനെ കുടുങ്ങിയത്, ആ മനുഷ്യനെ തിരിച്ചെടുക്കാൻ 3 ദിവസത്തെ ശ്രമം വേണ്ടി വന്നു. കാരണം അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, ഇതെന്താ 2 മണിക്കൂർ കൊണ്ട് ആ ടണല് ക്ലിയർ ചെയ്ത് ആളെ കണ്ടെത്താൻ പറ്റും? അത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ അതിനുള്ള പരിമിതികളുണ്ട്. മാധ്യമങ്ങൾ ലൈവായി കാണിച്ച കാര്യങ്ങളാണ്. അവിടെ ഒരാളും തടസ്സപ്പെടുത്തിയില്ല, മാധ്യമങ്ങളെ തടസ്സപ്പെടുത്തിയില്ല. അവിടെ അത് കൺട്രോൾ ചെയ്യുന്ന ആളുകൾ മാധ്യമങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ബ്രീഫ് ചെയ്യുന്നുണ്ടായിരുന്നു, കാര്യങ്ങൾ കൃത്യമായി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവിടെ ആളുകളില്ല സാർ, ഏകോപിപ്പിക്കുന്ന ആളുകളില്ല. ഇവിടെ മാധ്യമങ്ങളെ മാത്രമല്ല തടഞ്ഞത്, പുറത്തുനിന്ന് വന്ന ആളുകൾ. അതിവിടെ ഗോപകുമാർ സാർ സൂചിപ്പിച്ചല്ലോ, അവിടെ സ്ലൈഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, മണ്ണ് വീഴുന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. ആളുകൾ ചെല്ലുമ്പോൾ ഒന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ, അല്ലെങ്കിൽ അവിടെ എന്താ പറയുക, ഇത് ക്ലിയറൻസ് നടക്കുന്നത് വളരെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ മറ്റ് ഡിസ്റ്റർബൻസുകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതൊരു പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ടാണ്, അത് എല്ലാ പ്രദേശങ്ങളിലും അത് ചെയ്യുന്നതാണ്. എല്ലാ പ്രദേശങ്ങളിലും. യെസ്, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ സംസ്ഥാന ഗതാഗത മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ ഇന്നത്തെ ചർച്ചയിലും നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നിട്ടുണ്ട്. നന്ദി ശ്രീ KB ഗണേഷ് കുമാർ. ഈ ചർച്ചയിലും അങ്ങേ പ്രതീക്ഷിച്ച പ്രേക്ഷകരുണ്ട്. കാരണം പല മാധ്യമങ്ങളിൽ പല തരത്തിലുള്ള ചർച്ചകൾ, വൈകാരികമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കൽ, ഇതൊക്കെ നടക്കുമ്പോഴും ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. കർണാടകത്തിൽ ചില ഉദ്യോഗസ്ഥർ അവിടെ പെരുമാറ്റത്തിൻ്റെ ദൃശ്യങ്ങൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ വന്നു. അവിടുത്തെ SP നമ്മുടെ അർജുൻ്റെ വണ്ടിയുടെ മുതലാളിയെ കയ്യേറ്റം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട്, നമുക്കും അത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അവിടെ ദൗത്യം ഇന്നും രാത്രിയിൽ അധികം മുന്നോട്ട് പോകില്ല എന്ന് കേൾക്കുന്നു. ഇപ്പോഴും എന്ത് ചെയ്യണമെന്ന് കർണാടകം തീരുമാനിച്ചിട്ടില്ലാത്തതുപോലെയുണ്ട്. ആ കുടുംബത്തിൻ്റെ ആവശ്യവും ദൗത്യം നിർത്തിവെക്കരുത്, എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം അർജുനെ കിട്ടുന്നത് വരെ എന്നൊക്കെയാണ്. നമുക്ക് എന്തെങ്കിലും ഗതാഗത മന്ത്രിക്ക് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പറയാനുണ്ടോ? എന്നാൽ നമ്മൾ കേരളത്തിൽ നമ്മൾ ബന്ധപ്പെടുന്നത് ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെടാറില്ല. നമ്മൾ ആദ്യം തൊട്ട് ഇതിന്റെ ചുമതല വഹിക്കുന്നത് ജില്ലാ കളക്ടറാണ് എന്ന് അവിടുത്തെ റവന്യൂ സെക്രട്ടറി നമ്മളോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിന് ശേഷം നമ്മൾ ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെടുകയാണ്. അവർ വളരെ നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നത്, അവർ നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഈവൻ ഫോട്ടോസ് വരെ അയച്ചു തരാറുണ്ട്. എല്ലാം അവിടുത്തെ വീഡിയോ ഫോട്ടോസ്, ഇപ്പം എന്താണ് നടക്കുന്നുള്ളത് എല്ലാം ആ മാഡം നമുക്ക് അയച്ചു തരും. നല്ലൊരു കളക്ടറാണ്. അപ്പോൾ അവർ വളരെ നല്ല മാന്യമായിട്ടാണ് പെരുമാറുന്നത്. അവർ അപ് ടു ഡേറ്റ് ആയിട്ട് അവർ നമുക്ക് എല്ലാ ഡേറ്റയും അയച്ചു തരാറുണ്ട്. ഈ ഓരോ ഓപ്പറേഷന്റെയും ഇത് ഫസ്റ്റ് തൊട്ടിങ്ങോട്ടുള്ള എല്ലാ വീഡിയോയും ഫോട്ടോയും അവർ തന്നെ എടുത്ത് നമുക്ക് അയച്ചു തരാറുണ്ട്. അപ്പൊ അതിന് ഈ അന്വേഷണത്തിൽ ഈ പ്രദേശത്ത് ആ വണ്ടി കിടന്ന ലെഫ്റ്റ് സൈഡിൽ, റോഡിന്റെ ലെഫ്റ്റ് സൈഡ്, ഈ മണ്ണ് ഇടിഞ്ഞിറങ്ങിയ ഭാഗത്ത് വണ്ടി കാണും എന്നുള്ളത് ചെളി വരുന്നതോട് കൂടി റഡാർ വർക്ക് വരും. ഇപ്പൊ മണ്ണ് മാത്രമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. മണ്ണിലിപ്പോ പല വിദഗ്ധരും പറയുന്ന പോലെ ചെളിയായി വെള്ളം അവിടെ ഇങ്ങനെ ഊറി വരികയാണ്. അപ്പൊ വെള്ളം ഇത് ചെളിയായി മാറുമ്പോഴത്തേക്കും ഈ റഡാർ വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി മണ്ണ് അതിന്റെ മുകളിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി താഴെ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വണ്ടി ആ ഭാഗത്തുണ്ട്.
അത് പിന്നെ GPS സിഗ്നൽ നമുക്ക് കിട്ടിയതെന്ന് മനസ്സിലാക്കാൻ വെള്ളത്തിലൊന്നും പോയിട്ടില്ല, വണ്ടി മണ്ണിനടിയിൽ ഉണ്ടെന്ന് തന്നെയാണ് പൂർണ്ണമായ വിശ്വാസം. അപ്പൊ അവർ ഇന്ന് രാവിലെ കളക്ടർ ഞാൻ സംസാരിക്കുമ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി ആദ്യം ഒരു വെള്ളത്തിൽ പോയെന്ന് വീണ്ടും ഒന്ന് സെർച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷെ വെള്ളത്തിനടിയിലല്ല, ഒരു സിഗ്നൽസ് കിട്ടിത്തുടങ്ങും. ഇനിയിപ്പോ ഒരു കുറച്ചുകൂടി താഴോട്ട് പോയാൽ ഈ റഡാറിന് സിഗ്നൽ കിട്ടും. അപ്പൊ ഒരു എന്തെങ്കിലും ഒരു വലിയ ഒബ്ജക്റ്റ് അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെയാണ് ആ സിഗ്നൽ ഇടയ്ക്ക് കിട്ടിയെന്ന് പറയുന്നത്. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ 3 പേര് അവിടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് 3 ഉദ്യോഗസ്ഥന്മാർ ഇന്നും അവിടെ അവരും വീഡിയോകളും അവിടെ നിന്നുള്ള മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. അപ്പൊ അവിടെ അവരും പറയുന്നത് ഈ സിഗ്നൽസ് എന്തോ ചെറുതായിട്ട് കിട്ടി എന്ന് പറയും. ഇപ്പൊ രണ്ടാമത് ഒരു സിഗ്നൽ കിട്ടി എന്ന് പറയുന്നു. പക്ഷെ അത് ഈ ലോറിയുടേതാണോ? പക്ഷെ ലോറിയുടെ ആകാനാണ് സാധ്യത. 20 മീറ്റർ വരെ ഇത് ഡെപ്തിൽ പോകുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ മഴയായതുകൊണ്ട് അത് ഈ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ എന്തൊരു ഒബ്ജക്റ്റ് നടുവിൽ വന്നാൽ ഇവര് പാറ വന്നാലും മതി, അടിയിലോട്ട് കാണില്ല. അപ്പൊ അതാണ് അവർക്ക് ഒരു ദുഷ്കരമായിരിക്കുന്ന കാര്യം. അവിടെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് തന്നെയാണ് അവരിപ്പം കുഴിക്കുന്നതാണ് കളക്ടർ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെ പോലും മിനിസ്റ്റർ അങ്ങ് അയച്ചു കൊടുത്ത കാര്യങ്ങൾ, അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ കണക്കിലെടുത്താണ് കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇവിടെ നിന്ന് കർണാടകത്തിലേക്കുള്ള ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. നമുക്ക് ഉള്ള പരിമിതികൾ അറിയാം. ഒരു സംസ്ഥാനത്തിൻ്റെ സർക്കാരിന് മറ്റൊരു സംസ്ഥാനത്തെ, നമ്മളെപ്പോലൊരു സംസ്ഥാനത്ത് പോയി കടന്ന് കയറി കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അങ്ങനെയുള്ളൊരു ഇടപെടൽ നടത്തുന്നത് ഉചിതമല്ല. അതല്ല വേണ്ടത്. പക്ഷേ ഈ ഒരു പ്രൊഫഷണലിസം അവിടെ ഇന്നലെയും ഇല്ല, ഇന്നും ഇല്ല എന്ന് പറയപ്പെടുമ്പോൾ അക്കാര്യത്തിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ എന്താണ് കർണാടകത്തോട് നമുക്ക് പറയേണ്ടി വരുന്നത്? നമ്മളതിനകത്തൊരു വ്യത്യാസം, മലയാളികളും ആ നാട്ടുകാരും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഒരു ഉരുൾപൊട്ടാകട്ടെ, എന്ത് അപകടം വെച്ച കാര്യങ്ങളാകട്ടെ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ആമേഴഞ്ചാം തോട്ടിൽ ജോസ് വീണപ്പോ ജോസിന് ആ ജോയി വീണ സമയത്ത് ഈ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാർ എത്ര ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തിയത് നമുക്ക് അത്ഭുതം തോന്നി. മിനിസ്റ്റർ, ഇപ്പോൾ വരുന്ന വാർത്ത രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്നാണ് കർണാടകത്തിൽ. അവിടെ മഴ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവര് മഴയത്തൊന്നും ചെയ്യാൻ പറ്റില്ല, രാത്രിയും കൂടിയാണ്. അപ്പം ഈ മണ്ണ് വീണ്ടും ഇടിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ടെന്നാല് വിദഗ്ധർ പറയുന്ന ഒരിക്കൽ മണ്ണിടിഞ്ഞിടത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടും രാത്രി കണ്ടിന്യൂ എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം രാത്രി ഇത് തുടർന്ന് പോകാൻ ഇരുട്ടാണല്ലോ, വലിയ ഇരുട്ടാണ്. അവിടെ ആൾതാമസം എന്നുള്ള സ്ഥലമല്ല. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സാധ്യത കുറവാണ്. ഒരു 10 മണി, ഇന്നലെയും 9 മണി 10 മണിയായപ്പോൾ നിർത്തി. ഇന്ന് മഴയും കൂടിയാണ്. ഇന്നലത്തെ കണ്ടീഷൻ, ഇന്ന് കുറച്ചുകൂടി മഴ പെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പൊ അത് ഈ മണ്ണ് കുറച്ചുകൂടി ഒന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽ കിട്ടത്തുള്ളൂ. അപ്പൊ അവര് നമ്മൾ പറഞ്ഞ ഒരു ഏരിയയിൽ തന്നെയാണ് ഇപ്പോൾ മണ്ണ് മാറ്റുന്നത്. നമ്മൾ ഈ മലയാളികൾക്കുള്ള ഒരു സ്പിരിറ്റ് അവിടെ ഉണ്ടാവണമെന്നില്ല. കാരണം നമ്മളൊരാളെ, ജോയി എന്ന് പറയുന്ന ഒരാളെ ജീവന് വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിച്ചു, അതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി. ആ വെള്ളത്തിലൊക്കെ ഒരു ഉദ്യോഗസ്ഥനെ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങാന്നൊക്കെ പറയുന്നത് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതൊന്നും നോക്കാതെ അവരതിനകത്തേക്ക് ഇറങ്ങുകയും ആ ഒരു സമീപനം നമുക്ക് മലയാളികൾക്കുണ്ട്. ഒരു ആപത്ത് വരുമ്പോൾ, വെള്ളപ്പൊക്കം വന്ന സമയത്ത് തീരദേശത്ത് നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും വന്നു. അവർ ആവേശത്തോടെ ഇറങ്ങി എല്ലാവരെയും രക്ഷിച്ചു. അപ്പൊ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ ഇല്ലെന്ന്. കാരണം ഒരു ജനവാസ കേന്ദ്രവും അല്ല ഇത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ വരാത്തതെന്ന് തോന്നുന്നു. മിനിസ്റ്റർ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ഇന്നിപ്പോൾ അവിടെ ചില ഉദ്യോഗസ്ഥർ പലരോടും ചോദിച്ചത്, ഈ മണ്ണിനടിയിൽ കിടക്കുന്ന ആൾ ഇത്ര വലിയ സ്വാധീനമുള്ള ആളാണോ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ വലിയ സ്വാധീനമുള്ള ആളാണ്, ഈ മന്ത്രിമാരും മാധ്യമങ്ങളും ഒക്കെ ഇങ്ങനെ പ്രഷർ ചെലുത്തുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അവർക്കൊരു അത്ഭുതമാണിത്. അവർക്ക് അത്ഭുതമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ലോകത്ത് മനുഷ്യജീവന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോലും, USA ആണെങ്കിൽ പോലും ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ ജീവന് വേണ്ടി പോലും ഒരുപാട് തുക ചെലവഴിച്ച് വലിയ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്താറുണ്ട്. അത് കേരളത്തിലും അങ്ങനെയാണ്. നമ്മൾ പണത്തെപ്പറ്റി നോക്കാതെ അത് എന്ത് റെസ്ക്യൂ ചെയ്യാൻ എന്തൊക്കെ വേണോ അതെല്ലാം എത്തിക്കാനുള്ള മനോഭാവം നമുക്കുണ്ട്. നമ്മളെ വെള്ളപ്പൊക്കത്തിലും, നമ്മൾ ഓക്കി ദുരന്ത വയനാട്ടിലെ കൽപ്പറ്റ, ഈ നിലമ്പൂരുണ്ടായ മണ്ണിടിച്ചിലും ഒക്കെ നമ്മളെ ഒരു പ്രവർത്തനം നമ്മൾ വിലയിരുത്തണം. നമ്മൾ അതിനൊരു വലിയ വില കൊടുക്കുന്നവരാണ്. അത് എല്ലാവരും അങ്ങനെ കൊടുത്തുകൊള്ളണം എന്നില്ല. മനുഷ്യ ജീവന് വിലയുണ്ട്. ഒരു മനുഷ്യന്റെ ജീവൻ, അദ്ദേഹം ഈ അർജുൻ എന്ന് പറയുന്ന ആള് ഒരു സ്വാധീനമുള്ള ആളായതുകൊണ്ടല്ല, പക്ഷെ നമ്മൾ ആ മനുഷ്യ ജീവന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ജീവനോടെ ഭൂമിക്കടിയിൽ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മലയാളികളുടെ ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ മീഡിയയും എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. അതായത് അവര് തോന്നും എന്താണ് ഇത്ര, അയാൾ ചോദിച്ചത് പോലുള്ള ചോദ്യമുണ്ട്, മോശമായ ചോദ്യമാണ്. കാരണം എന്താണ് ഈ രാഷ്ട്രീയ സ്വാധീനമൊന്നും വേണ്ട. കേരളത്തിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഒരു സ്വാധീനം വേണ്ട, രക്ഷപ്പെടുത്താനുള്ള. ഈ ജോയി വെള്ളത്തിൽ കൊണ്ട് ജോയി രാഷ്ട്രീയ പാർട്ടികളെ നോക്കിയല്ലോ, എങ്ങനെയും ജീവനോടെ കിട്ടുമോ എന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അത് ചെയ്യാനുള്ളതെല്ലാം ചെയ്യും. ആ ഒരു സമീപനം അത് ഉണ്ടാകണമെന്നില്ല. പക്ഷേ നമ്മളൊരു ഇത്രയും വലിയൊരു മണ്ണിടിഞ്ഞ് കിടക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ ജില്ലാ കളക്ടറോടും പറഞ്ഞു,
നമ്മൾ വേണമെങ്കിൽ ഇവിടുന്ന് ഹിറ്റാച്ചിയോ JCB ടിപ്പറോ എന്ത് വേണമെങ്കിലും അയച്ചു കൊടുക്കാമെന്ന്. അതൊരു നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് അത് വിരുദ്ധമാണ്. എങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നികത്താമെന്ന് ഞാൻ ആദ്യം, അപ്പൊ അവർ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഇന്നലെ ഇടപെടുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും JCB ഹിറ്റാച്ചി എല്ലാം എത്തിക്കാം, അതല്ല ടിപ്പർ ലോറി വേണമെങ്കിൽ അതെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനെ നമ്മൾ അങ്ങനെ പോകുന്നത് ശരിയല്ല, നമുക്ക് അങ്ങനെ പറയാതെ പോകാൻ പറ്റത്തില്ല. പക്ഷെ അവരത് ഒരു സ്റ്റേറ്റും ഇപ്പൊ കർണാടക തമിഴ്നാട്ടിൽ നിന്ന് നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞാലും നമ്മൾ വേണ്ടി ഏറ്റെടുക്കില്ല. ഇങ്ങനൊരു ബോർഡർ ഒക്കെ ആണെങ്കിൽ പിന്നെയും ഓക്കെ, ഇത് ബോർഡർ അല്ല. കാരണം 280 കിലോമീറ്റർ. ഗണേഷ് കുമാർ, നമ്മളത് ഏറ്റെടുക്കാത്തപ്പോഴും അങ്ങ് പറഞ്ഞതുപോലെയുള്ള അങ്ങേപ്പോലുള്ള മന്ത്രിമാർ ഇവിടെയുണ്ട്, നമുക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ഇവിടുത്തെ സംസ്കാരം മറ്റൊന്നാണ്. ഇത് കർണാടകത്തെ ഇപ്പോൾ പഠിപ്പിച്ചെടുക്കേണ്ട ഒരു ഘട്ടമുണ്ട് ഈ ഉദ്യോഗസ്ഥരെയൊക്കെ. അവർ ഈ പറയുന്ന ഒരു ഉദാസീനത ഉണ്ടായിരുന്നു. അവരും ഈ വെള്ളത്തിൽ പോയിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്താണ്. ഈ സിഗ്നൽസ് നോക്കിയിട്ട് ആ സിഗ്നൽ അനുസരിച്ച് ഈ GPS-ന്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് കണ്ട സ്ഥലം ഈ മണ്ണിനടിയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഞാനാണ് ഇത് കളക്ട് ചെയ്തിട്ട് അവിടുത്തെ കളക്ടർക്ക് അയച്ചു കൊടുക്കുകയും പിന്നീടാണ് അവർ അവിടെ തിരച്ചിൽ ആരംഭിക്കുന്നത്. അതുവരെ അവിടെ ആയിരുന്നില്ല തിരച്ചിൽ. മണ്ണ് മാറ്റി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മണ്ണ് മാറ്റി വരികയായിരുന്നു. പക്ഷെ നമ്മൾ ഒരു ലൊക്കേഷൻ കൊടുത്തു. ലൊക്കേഷൻ 20-30 മീറ്റർ അകത്ത് എവിടെയെങ്കിലും കാണും. കാരണം ആക്യുറേറ്റ് ഒന്നും ആയിരിക്കില്ല GPS സിഗ്നൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് മിനിസ്റ്റർ ഒരു കാര്യം, അതായത് ഇപ്പോൾ അങ്ങ് പോലും ഇടപെടുന്നത് അവിടുത്തെ കളക്ടറുമായിട്ടാണ്. കളക്ടർ അങ്ങേക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒരു ഫെഡറൽ സംവിധാനത്തിൽ പോലും രണ്ട് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു ബന്ധപ്പെടൽ വേണ്ടി വരുമ്പോൾ ഒരു മിനിസ്റ്റർ ടു മിനിസ്റ്റർ ഇടപെടൽ വേണ്ടി വരാറുണ്ട്. അവിടെ ഒരു ഉപമുഖ്യമന്ത്രിയെ അതിനുവേണ്ടി ഏകോപിപ്പിക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ 5 ദിവസമായിട്ട് ഈ ഉപമുഖ്യമന്ത്രി അവിടെ എത്തിയിട്ടില്ല. വേറെ മന്ത്രിമാരാരും അത് നേതൃത്വം കൊടുക്കുന്നതായി അവിടെ കാണുന്നില്ല. അത്തരത്തിലൊരു സർക്കാരിൻ്റെ മേൽത്തട്ടിലുള്ള ആളുകൾ അവിടെ ഇടപെടുന്നതിൽ ചില കുറവ് കാണുന്നുണ്ടോ അങ്ങ്? വിളിച്ചു പറഞ്ഞത് ആദ്യം ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായിട്ടാണ്. അദ്ദേഹം അപ്പം തന്നെ അവരെല്ലാം ബന്ധപ്പെട്ടു. പക്ഷേ ഈ പറഞ്ഞതുപോലെ മന്ത്രിയെ നിയോഗിച്ചു എന്ന് പറയുന്നു, അദ്ദേഹത്തെ കണ്ടില്ല എന്ന് പറയുന്നു. അതൊക്കെ അവർക്ക് മാത്രം അറിയാവുന്ന കാര്യം. എന്തുകൊണ്ട് കേരളത്തിലാണെങ്കിൽ കാണിച്ചത് എന്തുകൊണ്ട് മന്ത്രി വന്നില്ല? നമ്മുടെ കേരളത്തിലെ ഒരു മന്ത്രിയെ ഒരു ചുമതല ഏൽപ്പിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ഉണ്ടാവും. അതിന്റെ മാക്സിമം അവർ ചെയ്യാവുന്ന മാക്സിമം ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ ആദ്യം തന്നെ നമ്മളെ സഹായിച്ചത് അവിടുത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണ് പറഞ്ഞത്. അദ്ദേഹത്തിനും ഇതിനെപ്പറ്റി ഒരു ധാരണ ഞാൻ വിളിക്കുന്ന സമയത്തുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഒരു വാട്സാപ്പ് ഒരു ലെറ്റർ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് വാട്സാപ്പായിട്ട് അയച്ചു കൊടുക്കുകയായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്, അർജുൻ ഇങ്ങനെ ആളെ മിസ്സിംഗ് ആണ്, അവിടെ ഉണ്ടെന്നെല്ലാം നമ്മൾ അയച്ചു കൊടുത്താണ്. അപ്പോഴാണ് അദ്ദേഹം പോലും ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഇത്ര വലിയൊരു മണ്ണിടിലുണ്ടായിട്ട് ഇത് വാർത്ത പോലും ആയില്ല എന്നുള്ള കാര്യം ആലോചിക്കണം. മാധ്യമങ്ങൾ, അവിടുത്തെ മാധ്യമങ്ങൾ ഒരു വാർത്ത വലുതായിട്ട് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും 10-12 പേര് മരിച്ചു എന്ന്, 10-11 പേരോളം മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനിയും ആളുകളെ കിട്ടാനുണ്ടെന്ന് പറയുന്നു. അർജുനെ പോലെ തന്നെ ഈ മണ്ണിനടിയിൽ പെട്ടവരെ കിട്ടാനുണ്ട്. വെള്ളത്തിലാണോ പോയത് ഒന്നും അറിയാൻ വയ്യ. പക്ഷേ അത് അവിടെയും വലിയൊരു വാർത്തയല്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടുത്തെ ഒരു മീഡിയയുടെ രീതി ഏതാണോ അറിയില്ല. ഏതായാലും നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ. ഈ അർജുന്റെ കുടുംബം ഒരു സഹായം തേടി മാധ്യമങ്ങൾക്ക് വിവരം പറയുമ്പോഴാണ് കേരളത്തിലെ മാധ്യമങ്ങളാണ് ഈ വാർത്ത. നമ്മള് പത്രം വായിക്കുന്നവർക്ക് ഇംഗ്ലീഷ് പേപ്പറിൽ പോലും ഇങ്ങനത്തെ വാർത്ത പ്രിന്റ് ചെയ്തില്ല. എന്താണെന്നറിയില്ല. എന്തായാലും ഏറ്റവും വലിയ അത്ഭുതം, നമ്മൾ ഇവിടെ നിന്ന് കുവൈറ്റിൽ പ്രശ്നമുണ്ടായ സമയത്ത്, കുവൈറ്റിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ ഇവിടുന്ന് ഒരു മന്ത്രി അവിടെ പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഭൂകമ്പം, ഇത് ആരും പോകേണ്ടതില്ല, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ചെയ്യാനെന്ന് പറഞ്ഞ ആളുകളെ പോലും രാജ്യത്തിനകത്തൊരു സംഭവം ഉണ്ടായിട്ട് അവിടെ ഇന്ന് 5-ാം ദിവസമാണ് ഒരു കേന്ദ്രമന്ത്രി അവിടെ എത്തി നോക്കിപ്പോയത്. ഇല്ല, അവരൊന്നും അവിടെ കാണാനില്ല. കാരണം ഈ കുടുംബം, ഞാൻ ഇന്നലെയും പറഞ്ഞു, കുടുംബം പറഞ്ഞ പട്ടാളം വന്നാൽ ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ അദ്ദേഹം ഇതിന്റെ രക്ഷാപ്രവർത്തനം പോയ അദ്ദേഹം പറയുന്നത്, പട്ടാളം വന്നാൽ ഇന്ത്യൻ ആർമിയുടെ കയ്യിൽ ഇല്ലാത്ത സംവിധാനങ്ങളില്ല, ഇന്ത്യൻ ആർമിയെ കൊണ്ടുവരില്ല എന്നാണ് വാശിക്ക് പറഞ്ഞത്. ഇപ്പോഴും ഞാൻ ഏതൊരു ചാനലിൽ കണ്ടത് ഇന്ന് വൈകിട്ട് കുമാരസ്വാമി പറയുന്നു ആർമി വരില്ല എന്നാണ്. ഒരു മനുഷ്യ ജീവന് വേണ്ടി ആർമി വരുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, അതിനൊരു തെറ്റുമില്ല. ഒരു 10-50 പേരുണ്ടെങ്കിൽ വരുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ആർമി വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരുപാട് ടെക്നോളജി ഉണ്ട്, അവർക്ക് ഈ കാര്യത്തിലൊക്കെ പരിചയ സമ്പന്നരാണ്, അവർ കുറച്ചുകൂടി ഒരു കോർഡിനേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആർമി വന്നിട്ട് യുദ്ധം ചെയ്യാനൊന്നും അല്ലല്ലോ. അപ്പൊ അത് വരില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അപ്പൊ ഒരാളുടെ ജീവന് അത്ര വലിയ വിലയില്ല. ഒരുപാട് പേരുണ്ടല്ലോ എന്നുള്ള 150 കോടി ജനങ്ങളുടെ രാജ്യമല്ലേ, ഒരാൾക്ക് ജീവൻ എന്ത് വില എന്നുള്ളതായിരിക്കും മനസ്സിലെ ധാരണ. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ജീവന് വേണ്ടി നമ്മൾ പൊളിറ്റിക്കൽ പ്രഷറോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസുള്ള ആളല്ല അറിയും. ഒരു സാധാരണ കുടുംബത്തിൽ ജീവിച്ച ഒരാളാണ്, ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു തൊഴിലാളിയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തും കാണുന്നില്ല.
അർജുൻ ഇപ്പോഴും മണ്ണിനടിയിൽ ഉണ്ടാകും. ഞാൻ പറയായിരുന്നു നേരത്തെ, അതായത് കേരളത്തിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ അർജുൻ വളരെ ധൈര്യത്തോടു കൂടി നമ്മൾ ആരെങ്കിലും അവിടേക്ക് ഇറങ്ങി ചെല്ലുമെന്ന് വിചാരിച്ച് അവിടെ കാത്തിരിക്കും. കർണാടകത്തിലും ആ പ്രതീക്ഷയിൽ ഇപ്പോഴും അർജുൻ അവിടെ ഉണ്ട്. മിനിസ്റ്റർ, നമ്മൾ എന്താണ് ഈ കുടുംബത്തോട് പറയുക, പ്രേക്ഷകരോട് പറയുക ഇപ്പോൾ ഈ രാത്രി? തീർച്ചയായിട്ടും ഉണ്ടാകുന്ന പ്രതീക്ഷ. ഞാനും നമ്മളെല്ലാവരും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ കാണണം. അർജുൻ ജീവനോടെ 7 ദിവസം വരെയൊക്കെ മണ്ണിനടിയിൽ ജീവിച്ച ആൾക്കാരുണ്ട്. നമുക്ക് വളരെ വർഷങ്ങൾക്ക് ഇത്രയൊക്കെ ഉപകരണങ്ങൾ വരുന്നതിന് മുമ്പ് പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിൻകരയിൽ ഒരാൾ കിണറിടിഞ്ഞ് വീണകത്ത് പോയി. 3-4 ദിവസം കഴിഞ്ഞാൽ എടുത്തത്. ഓർമ്മ ശരിയാണെങ്കിൽ 4 ദിവസം കണ്ട് കഴിഞ്ഞിട്ടാണ് ജീവനോട് ആളിനെ കിണറിടിഞ്ഞ് വീണകത്ത് പോയി. ആ ഒരു റിങ്ങിനകത്ത് കിണറിന്റെ റിങ്ങിനിടയിൽ ഇരുന്ന ആള് അത് ഇതുപോലെ അന്ന് ഉപേക്ഷിക്കപ്പെടുന്ന വിചാരിച്ചു. അത് ഇത്രയും ചാനലിന് സംവിധാനമൊന്നുമില്ല, വാർത്തയൊന്നും അങ്ങനെ പറ്റില്ല, പത്രത്തിലെ വായിക്കാം. എന്നിട്ടും അത് കുഴിച്ചെടുത്ത ആ മണ്ണ് മുഴുവൻ മാറ്റി ചെല്ലുമ്പോൾ അദ്ദേഹം ജീവനോടെ അവിടെ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഓർമ്മയിൽ ഞാൻ പറയുന്നതാണ്, വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരിക്കലും ചെയ്യില്ല, അവരത് ചെയ്യണം. ഇപ്പൊ മാക്സിമം ചെയ്യുന്നുണ്ടെന്നാണ് ജില്ലാ കളക്ടർ അറിയിക്കുന്നത്. പിന്നെ മഴ ഒരു തടസ്സം തന്നെയാണ്. കാരണം മണ്ണിടിഞ്ഞ് നമുക്കറിയാം വെള്ളം ഒഴുകി വരുന്നുണ്ട്. അവിടെ നല്ല ഉറവയുണ്ട്, നല്ലൊരു ആ വെള്ളം എല്ലാം കൂടെ വന്നിട്ടാണ് ഇത് പുറത്തേക്ക് തള്ളിയിരിക്കുന്നത്. അടിയിലുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം, മനസ്സിന്റെ വിശ്വാസം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടെക്നോളജിയിൽ വെച്ച് നോക്കിയാൽ വണ്ടി ആ മണ്ണിനടി ഉണ്ട്. ഇത്രയും ആശ്വസിപ്പിക്കാനുള്ള വാക്കുകൾ അങ്ങ് പറയുന്നത് പോലെ ആ കർണാടകത്തിലെ ആ ഉത്തരവാദിത്തമുള്ള മന്ത്രി കൂടി പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആളുകൾക്ക് കുറച്ചുകൂടി ആശ്വാസമായേനെ. കേരളത്തിലെ ഈ അർജുൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും കേരളീയരെ ഒട്ടാകെ ആശ്വസിപ്പിക്കാൻ അങ്ങേപോലെ ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഈ കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഉള്ള ഒരു മന്ത്രി മാത്രമാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങേ ശല്യപ്പെടുത്തിയത്. അങ്ങത് ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് പറയുകയും ചെയ്തു. വളരെ നന്ദി ഇന്നത്തെ ദിവസം ഞങ്ങളോടൊപ്പം. ശല്യമല്ല, ഡ്യൂട്ടിയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും അത് ശല്യമായിട്ട് പറയരുത്. ശല്യമൊന്നുമില്ല. നമുക്ക് ഡോക്ടറുടെ രാവിലെ പോകണമല്ലോ. നമുക്കിവിടെ നിന്നൊരു മന്ത്രിത രംഗത്ത് എന്തായിക്കാന്നൊക്കെ ചെല്ലിങ്ങനെ ചോദിക്കുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു മാന്യതയല്ല. അങ്ങനെ അത് ഇവിടുന്ന് 5-6 മന്ത്രിമാരെയൊക്കെ അയച്ച് നമ്മളവിടെ ചെന്ന് നമ്മളവിടെ ഞാൻ അവിടെ നിൽക്കുമോ? അല്ല, ഞാനത് ആലോചിക്കുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങൾ പലരും അങ്ങേ പ്രകോപിപ്പിക്കാനെന്നുള്ളത് പോലെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് പോയില്ല, അങ്ങ് അവിടെ പോയി നിന്നില്ല എന്നൊക്കെ ഉള്ളത് ചോദിച്ചില്ല എന്നല്ലോ, പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇവിടുന്ന് എന്നെ അനുസരിക്കുന്ന എന്റെ ഡിപ്പാർട്ട്മെന്റ് റേഞ്ചിന്റെ പ്രശ്നം കൂടിയുണ്ട് മിനിസ്റ്റർ. എന്തായാലും വളരെ നന്ദി ഈ ചർച്ചയിൽ ചേർന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. പ്രേക്ഷകർക്ക് ആശ്വാസം നൽകുന്ന ചില വാക്കുകൾ ഇപ്പോൾ അങ്ങയിൽ നിന്ന് കേട്ടതിന് വളരെ നന്ദി. ശ്രീ സേനാപതി വേണു, ദൗത്യം നിർത്തിവെക്കരുത് എന്ന കുടുംബത്തിൻ്റെ ആവശ്യവും ഈ കാര്യങ്ങൾക്ക് ഉത്തരം കൃത്യമായി ആളുകളോട് പറയാനൊരു സംവിധാനം വേണം എന്നതും അങ്ങയുടെ നേതാക്കളോട് പറഞ്ഞ് കർണാടകത്തെ അറിയിക്കുമോ ഈ കാര്യം? തീർച്ചയായും. ഇവിടെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് NDRF ടീം ഈ സേനയുമായിട്ട് ബന്ധപ്പെടുകയും അവരിൽ നിന്നുള്ള ഉപദേശങ്ങളൊക്കെ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ പെട്ടെന്ന് സേന വന്നു കഴിഞ്ഞാലും ഈ മൂടിക്കിടക്കുന്ന മണ്ണിനകത്ത് ഇപ്പോൾ മൈൻ ഡിറ്റക്ടർ പോലുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ സേനയുടെ കയ്യിലുള്ളതാണ്. ഇപ്പോൾ സേനയുടെ ഏറ്റവും അടുത്ത യൂണിറ്റ് ബൽഗാമിലെ ആർമിയുടെ കമാൻഡോ സ്കൂള്, ലോകത്തിലെ ഏറ്റവും മികച്ച കമാൻഡോകൾ, കാരണം അതിനപ്പുറത്തേക്ക് ഒരു കമാൻഡോകൾ ഇല്ല. ഇന്ത്യയിലെ ഏക കമാൻഡോ സ്കൂൾ എന്ന് പറയുന്നത് ബൽഗാമ, വലിയ ദൂരമുള്ളതല്ല. പക്ഷെ ഇത് വന്നാലും ഈ എന്താ പറഞ്ഞ പർവ്വതം ഇങ്ങനെ മണ്ണിട്ട കിടക്കുന്നത്, അതിൽ എന്തോ ഓപ്പറേഷൻ, മണ്ണ് മാറ്റുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ഓപ്പറേഷൻ നടത്താൻ സാധ്യമല്ല. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ വിദഗ്ധര് വളരെ കൂലങ്കുഷമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതിന് ശേഷമാണ് അവിടെ താൽക്കാലികമായി ഈ NDRFും അതുപോലെ ഈ ടീമുകളുടെയും. സേനാപതി, വീണ്ടും നമ്മൾ ആ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് പോകണ്ട. ഇത്തരമൊരു പ്രശ്നം വരുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ക്രൈസിസിനെ മാനേജ് ചെയ്യുന്നത് എന്നതാണ്. അല്ലാതെ അതിനൊക്കെ പരിമിതികൾ ഉണ്ടെന്നുള്ളതും മനുഷ്യസാധ്യമായ കാര്യങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ളതും നമുക്കറിയാം. അല്ല, ഞാനിപ്പോ ബഹുമാന്യായ മിനിസ്റ്റർ ഇപ്പോൾ സൂചിപ്പിച്ചു, ജില്ലാ ഭരണകൂടത്തിന്റെ നേതാവ്, കളക്ടർ, അവരുടെയൊക്കെ അവരെടുക്കുന്ന ഒരു താല്പര്യവും ഇനിഷ്യേറ്റീവും ഒക്കെ മനുഷ്യസഹജമായ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നു എന്ന് ആണ് വിശ്വസിക്കുന്നത്. KB ഗണേഷ് കുമാർ എന്ന കേരളത്തിന്റെ മന്ത്രി ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത്. അവിടെ ആരും ചോദിച്ചു പറഞ്ഞു തരുന്നില്ല.
ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ജനവാസ കേന്ദ്രമായ ഒരു സ്ഥലമല്ല. അപ്പം അവിടെ ഇപ്പം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത് അത്യാഹിതം ഉണ്ടായാൽ നിശ്ചയമായും ആളുകൾ ഓടിക്കൂടുകയും പ്രാഥമികമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കും. ഇത് മൈലുകളോളം എന്താ പറഞ്ഞ ജനവാസമില്ലാത്ത ഒരു സ്ഥലത്ത് അവിടെ ഈ വാഹനങ്ങൾക്ക് വിശ്രമിക്കാനായി ചെറിയൊരു വസീഫ്, ആളുകൾ ഓടിക്കൂടാനില്ലാത്ത ഒരു പ്രദേശമായതുകൊണ്ട് കർണാടകത്തിനും കേന്ദ്രത്തിനും ഒന്നും ചെയ്യാനില്ലേ? അല്ല എന്നുള്ളതല്ലോ നമ്മുടെ ഒരു കൺസെപ്റ്റ്. ആളുകൾ ഓടിക്കൂടാനും വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ അറിയിക്കുവാനും ഒക്കെ ഉണ്ടാകണമെങ്കിൽ അദ്ദേഹത്തിന് തന്നെ പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഈ അർജുൻ്റെ കുടുംബവും അതുപോലെ തന്നെ അർജുനു വേണ്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമൊക്കെ ആ പ്രദേശത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പോയ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങേയറ്റത്തെ കൃത്യവിലോപമാണ്, ഉത്തരവാദിത്തക്കുറവാണ്, ഒരു ഗൗരവം കാണിക്കാത്ത ഇടപെടലാണ് ഈ കർണാടക സർക്കാർ കാണിക്കുന്നത്. അവരൊരു ഓഫീസ് ടൈമിൽ പ്രവർത്തിക്കുന്നത് പോലെ രാവിലെ 8 മണിക്ക് വന്ന് വൈകുന്നേരം 6 മണിക്ക് പോകുക ഒക്കെയുള്ള ഒരു സിസ്റ്റത്തിൽ ഒരു നിശ്ചിത സമയം മാത്രം ജോലി ചെയ്ത് പോകുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. കേരളത്തിൻ്റെ ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ വളരെ മാന്യതയോടുകൂടി ഒരു 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിൽക്കണം എന്നുള്ള ഒരാഗ്രഹത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, എന്നിട്ടും അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ഇതിൻ്റെ ഗതാഗത മന്ത്രിയെ വിളിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന് ഈ വിഷയങ്ങളെക്കുറിച്ചൊരു ധാരണയില്ല എന്നൊക്കെ. എങ്ങോട്ടാണ് ഇതിൻ്റെ ഈ രക്ഷാപ്രവർത്തനം പോകുന്നത് എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഈ 1-2 JCBയും 2 ഈ ടിപ്പർ ലോറികളും വെച്ചിട്ടാണോ ഇത്ര വലിയ ഒരു അപകടം നടന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുക? ആരെയാണ് ഇവർ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? തീർത്തും നിസ്സംഗമായ സമീപനമാണ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത്രയും ദിവസം അവർ കാണിച്ച അലംഭാവം ആ മനുഷ്യജീവനുകളെ കണ്ടെത്തുന്നതിന് വലിയ തടസ്സം സൃഷ്ടിച്ചതാണ്. ഇനിയെങ്കിലും ഞങ്ങൾ ഇവരോട് അപേക്ഷിക്കുകയാണ്, ഇവരാരെങ്കിലും ബന്ധപ്പെട്ട് ഈ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഗവൺമെൻറ്റിനെ കൊണ്ട് ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിക്കാനും ഈ ഇന്ത്യൻ ആർമിയെ ഈ സ്ഥലത്തേക്ക് ഈ ഇടത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നും ഇന്ത്യൻ ആർമി അതിന് സന്നദ്ധമാകണമെന്നും കൂടിയുള്ള അപേക്ഷ ഞങ്ങൾ വെക്കുകയാണ്. നമുക്ക് അർജുൻ ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ തിരിച്ചു കിട്ടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾ ആഗ്രഹിക്കുകയും നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഡോക്ടർ GV ഹരി ഇന്നലെ ഈ വാക്ക് തന്നിരുന്നു. ഇന്നിപ്പോൾ സേനാപതി വേണുവും ആ വാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ VD സതീശൻ നാളെ മാധ്യമങ്ങളോട് പറഞ്ഞ് കർണാടകത്തിലേക്ക് എത്തിക്കുമോ, ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുമോ, അത് അറിയേണ്ടതുണ്ട്. അവസാനമായി ശ്രീ ഗോപകുമാർ, സൈന്യം വന്നാലും വരുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ എല്ലാവർക്കും സംശയമുണ്ട്. ഇനി വന്നാലും എന്ത് ഈ സാഹചര്യത്തിൽ എന്നുള്ളതിന് ഉത്തരമുണ്ടോ? തീർച്ചയായും അതൊരു നല്ലൊരു ചോദ്യമാണ്. പക്ഷേ വരുമോ എന്ന് ചോദിച്ചാൽ വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ പാലക്കാട് ബാബു എന്നൊരു യുവാവ് ഒരു മലമുകളിൽ കുടുങ്ങിയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ മിലിറ്ററി എത്തി അവരുടെ ഒരു എഞ്ചിനീയറിംഗ് സംവിധാനത്തോടുകൂടിയാണ് അയാളെ സുരക്ഷിതമായി താഴെ ഇറക്കിയത്. അപ്പം ഈ വരുമോ അല്ലെങ്കിൽ വരുന്നതിന് ഒരുപാട് കാലതാമസം ഉണ്ടോ, എന്തെങ്കിലും പ്രോട്ടോക്കോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വളരെ ചുരുങ്ങിയ ഒരു പ്രൊസീജിയർ മാത്രമാണ്. അവർ വരും. പിന്നെ വന്നാൽ ചെയ്യുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ മുൻവിധിയോടെ കാണരുത്. കാരണം നമ്മളൊരു ജീവന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സൂചിപ്പിച്ച പോലെ അവിടെ നമ്മുടെ മലയാളിയായ അർജുനും കൂടാതെ കർണാടകക്കാരായ സ്വദേശികളായ 2 പേര് കൂടി ഉണ്ടെന്നാണ് അറിയുന്നത് അടിയിൽ. അപ്പോൾ ഇവരൊക്കെ ജീവനോടുണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ ജോലികളെല്ലാം തന്നെ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് മുൻവിധികളില്ലാതെ എത്രയും വേഗം തന്നെ അവരുടെ ആർമി എഞ്ചിനീയറിംഗ് ആണ്, മിലിറ്ററി എഞ്ചിനീയറിംഗിൻ്റെ വിഭാഗമാണ് വരുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. വളരെ അടുത്ത കാലത്ത് തന്നെ പല സ്ഥലങ്ങളും പെട്ടെന്ന് പാലങ്ങൾ നിർമ്മിക്കുന്നതും മറ്റു ജോലികളൊക്കെ അവർ ചെയ്യുന്ന ഒരു വൈഭവവും അവരുടെ ഒരു ആത്മാർത്ഥതയൊക്കെ നമുക്ക് പരിഗണിച്ചുകൊണ്ട് അവരെ വിളിച്ച് ഉടനെ അവിടെ സേവന രംഗത്ത് ഇറക്കാനും. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും കർണാടകത്തിൽ ഇപ്പോൾ ഈ ഷിരൂരിൽ അർജുൻ അവിടെ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ അതിൽ കാര്യമായ ഇച്ഛാശക്തി കാട്ടേണ്ടത് കർണാടക സർക്കാർ തന്നെയാണ്. സൈന്യം വരണമെങ്കിൽ അത് കർണാടക സർക്കാർ വിചാരിക്കണം. അവിടെ ഇനി എന്തു നടക്കണമെങ്കിലും കർണാടക സർക്കാരാണ് വിചാരിക്കേണ്ടത്. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് സർക്കാരുകളെ കുറിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ കൈകഴുകലുകളല്ല. പക്ഷേ അർജുൻ എന്ന ഒരു ചെറുപ്പക്കാരനും
മറ്റു ചിലരുടെയും ജീവൻ ആ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് ഇപ്പോഴും എല്ലാവർക്കും അറിയാമെന്നിരിക്കെ ഈ രാത്രി എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്? ആ ദൗത്യം അവസാനിപ്പിച്ച് പോയി ഒരു ഉദ്യോഗസ്ഥനും അവിടെ കാത്തു നിൽക്കുന്നവർക്കും എങ്ങനെയാണ് ഉറങ്ങി തീർക്കാനാകുക? നാളെ രാവിലെ വന്ന് വീണ്ടും സർക്കാർ പണി ചെയ്തു തീർക്കാനാകുക? അവിടെയാണ് ഒന്നും മനസ്സിലാകാത്തത്. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് തരാമെന്ന് ഇന്നലെ വാക്ക് പറഞ്ഞ കാർവാർ SP നാരായൺ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. അതുകൂടി ഈ കാര്യങ്ങൾ അവിടെ ചോദിക്കാൻ പോകുന്നവരെ അറിയിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന്. ശ്രീ വസീഫ്, ശ്രീ സേനാപതി വേണു, ശ്രീ ഗോപകുമാർ, ശ്രീ KB ഗണേഷ് കുമാർ, ഒപ്പം സിജു കണ്ണൻ.